Before I announce the next session or invite our speakers on stage, I want to let all of the students here know that ഒരു സർപ്രൈസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ അവസാനം. ആക്ച്വലി സർപ്രൈസ് അല്ല, ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടനായ ആൻ്റണി വർഗീസ് അഥവാ പെപ്പെ കുറച്ച് സമയത്തിനുള്ളിൽ ഈ വേദിയിലേക്ക് കടന്നു വരും, 1 മണിക്കൂറിനുള്ളിൽ. അപ്പോൾ അതുകൊണ്ട് ആരും പോകരുത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മീറ്റപ്പ് ഇവിടെ വേദിയിൽ നടക്കാൻ പോകുന്നുണ്ട്. സോ കീപ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആരെങ്കിലും പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഗെറ്റ് ഓൾ ഓഫ് ദം ബാക്ക് ഇൻ. നമ്മൾ അടുത്ത കോൺവെർസേഷന് വേണ്ടി റെഡി ആവുകയാണ്. ട്രെൻഡ്സ് അൺപ്ലഗ്ഡ് വോയിസസ് ഓഫ് ചേഞ്ച് എന്നാണ് ഈ സെഷൻ്റെ പേര്. യെസ്, വി ആർ ഓൾ സെറ്റ്. ഈ കോൺവെർസേഷൻ ലീഡ് ചെയ്യുന്നത് പ്രമുഖയായ ഒരു എൻ്റർടൈൻമെൻറ്റ് ജേർണലിസ്റ്റാണ് അനഘ അനുപമ. Can I have you on stage, Anagha? She is an entertainment journalist known for her in-depth interviews. Hearty welcome on stage. She is also the founder and instructor at Dhadri Dance School. You're here. പെട്ടെന്ന് അവിടെ നോക്കിയിട്ട് കാണാൻ ഇപ്പോൾ പുറത്ത് പോയെന്ന് വിചാരിച്ചു. Joining her on stage for this conversation, an artist who needs no introduction, Job Kurian, Indian playback singer and independent musician, prominent figure in the indie music scene and who became popular through music reality shows. And joining them, James Tagara, Indian musician, singer-songwriter and the frontman of Tagara, the popular indie band in Malayalam music scene. Yes. അനഘ, എങ്ങനെയാണ് കോൺവെർസേഷൻ നടത്താൻ സൗകര്യം എന്ന് വെച്ചാൽ സീറ്റ് അങ്ങനെ എടുത്തോളൂ. ഓവർ ടു യു. Check 1 2. സോ ഹായ്, എനിക്ക് വളരെ അടുപ്പമുള്ള രണ്ടുപേരായതുകൊണ്ട് ആവശ്യമില്ലാത്തൊരു ഔപചാരികതയുടെ ഒരു മാസ്ക് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. നമുക്ക് വേറെ മാസ്കിനെ കുറിച്ച് സംസാരിക്കാം. എല്ലാ വർഷവും ഓരോ ഇൻ്റർവ്യൂ എടുക്കുക എന്നുള്ളത് ജോബേട്ടനും എനിക്കൊരു നേർച്ചയാണ്. ഞങ്ങളിത് 2023 തുടങ്ങിയ പരിപാടിയാണ്. ജെയിംസ് ഏട്ടനും ക്യൂ സ്റ്റുഡിയോ മെൻഷൻ ചെയ്യാതെ എനിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ക്യൂ സ്റ്റുഡിയോയിൽ ഞാൻ ക്യൂറേറ്റ് ചെയ്തിരുന്ന സോങ് ബുക്ക് എന്ന് പറയുന്ന പരിപാടിയിലൂടെയാണ് എനിക്ക് രണ്ടുപേരെയും പരിചയമുള്ളത്. പക്ഷേ ഇവിടെ ഇവർക്കൊപ്പം ഇത്രയും വലിയൊരു ലൈവ് ഈവൻറ്റിൽ ഓർഗനൈസ് ചെയ്യുക, അതിൻ്റെ ഒപ്പം വന്നിരിക്കുക എന്നുള്ളത് എനിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് വന്നു ചേർന്നൊരു ഭാഗ്യമായിട്ടൂടെ ഞാൻ കൺസിഡർ ചെയ്യാണ്. സോ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ സബ്ജക്റ്റ് ഓഫ് ഫ്യൂച്ചറിലെ ട്രെൻഡ്സ് അൺപ്ലഗ്ഡ് എന്ന സെഷനിലേക്ക് പ്രിയപ്പെട്ട എല്ലാ ഓഡിയൻസിനെയും ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് എൻ്റെ നേർച്ച പൂർത്തിയാക്കാൻ ആദ്യം ജോബേട്ടനിൽ തന്നെ തുടങ്ങാം. ഏറ്റവും റീസെൻ്റ് വർക്ക് പാലായനം ആണല്ലോ. അപ്പോൾ ഈ പാലായനം എന്നുള്ള ആ മ്യൂസിക് വീഡിയോയുടെ കോൺസെപ്റ്റിൽ തന്നെ ഇവർ 7 ദിവസം പറയുന്ന എല്ലാത്തരം തോട്ട് പ്രോസസ്സിലൂടെയും ഒരു 5 മിനിറ്റിൽ കടന്നു പോകുന്ന വിഷയമാണ് അതിൽ പറയുന്നത്. ഭൂമി നമ്മുടെ സ്വന്തം ടെറൈനിൽ നിന്ന് പോകുന്നതും മറ്റൊരിടത്ത് ലൈഫ് ക്രിയേറ്റ് ചെയ്യുക, ഭാവി എന്താണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ നാട്ടിലുള്ളവർ, എൻ്റെ പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യുന്നു, അങ്ങനെ വല്ലാത്ത കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളൊരു തോട്ട് പ്രോസസ്സാണല്ലോ ആ മ്യൂസിക് വീഡിയോയിലുള്ളത്. അതിൻ്റെ ഒരു ആലോചന എവിടെ നിന്നാണ് തുടങ്ങിയത്? ബീങ് മ്യൂസിഷ്യൻ, നമ്മൾ ഒത്തിരി യാത്ര ചെയ്യാൻ ഭാഗ്യമുള്ള ആൾക്കാരാണ്. പലയിടത്തും പോകുന്ന ഒത്തിരി മനുഷ്യരുമായിട്ട് ഇടപഴകുന്നു. അപ്പം മിക്കയിടത്ത് പോകുമ്പോഴും അതിൽ പലരും, അതിലൊരു നല്ലൊരു ശതമാനം ആൾക്കാരും നാട്ടിലേക്ക് തിരിച്ചു വരണം, പക്ഷെ എങ്ങനെ, എന്താണ് ചെയ്യുക, അങ്ങനെയുള്ള ധാരണ അവർക്ക് ശരിക്കും ഒരു സ്റ്റക്ക് അവസ്ഥയാണ്. പലരും വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായ പോലും, പഠിക്കുന്ന സ്റ്റുഡൻസ് ആയാലും പ്രൊഫഷണൽസ് ആയാലും അവർക്ക് വരണം എന്നുണ്ട്, പക്ഷേ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് ഒരു ധാരണയില്ലാത്തതുകൊണ്ട് അവരവിടെ തന്നെ പിടിച്ചു നിൽക്കുകയാണ്, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെയും ഒക്കെ നാട്ടിൽ മിസ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ആ തോട്ടിൽ നിന്ന് ഞാനിപ്പോൾ വളരെ അൺസർട്ടനായിട്ടൊരു ഫീൽഡാണ് ബീയിങ് മ്യൂസിഷ്യനിലെ ആർട്ടിസ്റ്റ്. നമ്മളൊരു ഒരു ഇഷ്ടത്തിൽ അങ്ങ് പോവുകയാണ് മുന്നോട്ട്, ജെയിംസ് എല്ലാവരും, ഞങ്ങളെല്ലാവരും. അപ്പോൾ ലിവിങ് അതിലുണ്ട്, ബൈ ഗോഡ്സ് ഗ്രേസ് പോകുന്നു നല്ലോണം. പക്ഷേ നാളെ ഇതിലെപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ലൈക്ക്
അപ്പോൾ അത് എനിക്ക് ആ ഒരവസ്ഥ വരുമോ, ഇവിടുന്ന് പോകേണ്ടി വരും ഇവിടെ ഇൻ കേസ് ഓഫ് എന്തെങ്കിലും സംഭവിച്ചാൽ, അങ്ങനത്തെ ഒരു ഭീതി ഞാൻ ആങ്ഷ്യസ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എപ്പോഴും വരാറുണ്ട്. ബട്ട് എങ്ങനെയൊക്കെയോ ലാസ്റ്റ് 20 years ഐ എം ഡൂയിങ് ദിസ് ആൻഡ് വെരി ഹാപ്പി ആഫ്റ്റർ മൈ എൻജിനീയറിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ബട്ട് ദാറ്റ് ആ ഒരു വറിയാണ് ഈ പാട്ടിൻ്റെ പ്രചോദനം. ഭാവത്തിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഭാവത്തിൻ്റെ സ്ട്രക്ചർ, മ്യൂസിക് ഡിസൈൻ കുറച്ചുകൂടി ലൗഡാണ്. ഇപ്പോൾ പാലായനത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി താഴ്ന്ന ഒരു മീഡിയം ലെവലിൽ സഞ്ചരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ വിരൽ ഞൊടിക്കുന്ന ശബ്ദങ്ങൾ, അങ്ങനെയുള്ള ചില സൗണ്ട് പാറ്റേണുകൾ യൂസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പോസിങ് ജേർണി കൂടെ എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? അല്ല, ഇതിൽ ഒന്നും തന്നെ പ്ലാൻഡ് അല്ല ആക്ച്വലി. മ്യൂസീഷ്യൻ എപ്പോഴും എനിക്ക് തോന്നുന്നു പാട്ടിലേക്ക് എത്തുന്നത് തികച്ചും എന്താ പറയുക, ഒട്ടും പ്ലാൻഡ് അല്ലാതെ തന്നെയാണ്. പിന്നെ നമ്മളുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു ലൗഡ്നെസ് അതിൽ ചേരില്ല എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ്. പലർക്കും പലതാണ് തോന്നുന്നത്. അപ്പോൾ ജെയിംസ് ഒരു പാട്ട് ചെയ്യുമ്പോൾ ജെയിംസ് എന്താണ് ചിന്തിക്കുന്നത് അത് ജെയിംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നു, കൺവേ ചെയ്യാൻ നോക്കുന്നു. ഫസ്റ്റ് ട്രൈ ടു കൺവേ ടു അവർ സെൽസ്. നമുക്കത് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഓഡിയൻസിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുള്ളൂ. അത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധന നടത്തുക, പാട്ടിലേക്ക് പൊയ്ക്കോളുക. അതിൽ ശബ്ദങ്ങൾ അതിന് ചേരും. നമ്മുടെ ഒത്തിരി ഇൻഫ്ലുവൻസസ് ഉണ്ടല്ലോ. വി ആർ ലിസണിങ് മ്യൂസിക് ഫ്രം ഇത്ര ജോണേഴ്സ്, ലോകമെമ്പാടുമുള്ള മ്യൂസിക് കേൾക്കുകയല്ലേ. അപ്പോൾ ഇതിന് ചേരും എന്നുള്ളൊരു വിശ്വാസം ആണ്. അത് ഓഡിയൻസ് എടുക്കുമ്പോൾ അത് നമുക്ക് ഓക്കെ, അവരിലേക്കും അത് എൻ്റെ വിചാരം അവരിലേക്ക് എത്തി എന്നുള്ളൊരു സന്തോഷത്തിൽ ഇരിക്കാം. അതിൽ എണ്ണം കൂടുമ്പോൾ നമുക്ക് ആ സന്തോഷം കൂടും. എല്ലാ പാട്ടും എല്ലാവരിലേക്കും എത്തണം എന്ന് നമ്മൾ നിർബന്ധം പിടിച്ചിട്ടും കാര്യമില്ല. ഓരോ ഇമോഷൻ, ഇപ്പോൾ ഭാവം ടോട്ടലി ഡിഫറെൻറ്റ് ജോണറാണ്. ഫോക്ക് റോക്ക് ഇൻഫ്ലുവൻസ്, ഒരു ഓൾട്ടർനേറ്റീവ്, അങ്ങനത്തെ മലയാളം ഫോക്കും ഉണ്ട്, എന്നാൽ ഒരു റോക്ക് ഇൻഫ്ലുവൻസും ഒക്കെ ഉള്ള ഒരു ട്രാക്കാണ്. അപ്പോൾ അതിൻ്റെ ഫീൽ വാസ് ഡിഫറെൻറ്റ് ടോട്ടലി. അത് ഓരോ ആർട്ടിസ്റ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്. ഈ പാട്ടിന് ഇച്ചിരി മെല്ലെ പോകുന്നതാണെന്നല്ലെന്ന് എനിക്ക് തോന്നിയത്, അങ്ങനെ പോയി, അത്രേ ഉള്ളൂ. താങ്ക് യു ഏട്ടാ. അപ്പോൾ ജെയിംസ് ഏട്ടാ, നമുക്ക് പാലായനത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്നെ ഞെട്ടിപ്പിക്കുന്ന ചില സാമ്യതകൾ ഞാൻ നിങ്ങളുടെ കോമ്പോസിഷനിൽ കണ്ടു. ഇതിന് വേണ്ടി റിസർച്ച് ചെയ്തപ്പോൾ മാത്രം കണ്ടതാണ്. അതിനുമ്പോൾ ഞാൻ കണ്ടുപിടിച്ച രഹസ്യമൊന്നുമല്ല. എംബ്രാനും കോരനും ഒരേ സോളാണുള്ളത്. അതുപോലെ പാലായനത്തിനും പ്രവാസിക്കും ഒരേ ആത്മാവുള്ള 2 തരം പാട്ടുകളാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ കൂടുതൽ ചെക്ക് ചെയ്ത് പോയപ്പോൾ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ഒരേ കാര്യങ്ങളാണെന്നും 2 രീതിയിൽ പറയുന്നവരാണെന്നും എനിക്ക് മണ്ടയ്ക്കടി കിട്ടിയതുപോലെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു റിയലൈസേഷൻ വന്നു. അപ്പോൾ പ്രവാസിയിൽ നിന്ന് തുടങ്ങാം. എനിക്കറിയാം അതൊരു റീസെൻറ്റ് വർക്കല്ല എന്നുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ എൻ്റെ PhD ഉൾപ്പെടെ ഡ്രോപ്പ് ചെയ്ത് വീട്ടിൽ നിൽക്കേണ്ടി വന്നൊരവസ്ഥയിൽ സാമ്പത്തികമായി എന്നെ സഹായിച്ചത്, എൻ്റെ കുടുംബത്തെ സഹായിച്ചത് എൻ്റെ അമ്മാവനാണ്. മാമൻ ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗൾഫിലേക്ക് പോയൊരു ആളാണ്. അന്നും ഗൾഫാണ്, ഇന്നും പറയുമ്പോൾ ഗൾഫാണ്, രാജ്യങ്ങൾ വേറെ ആണെങ്കിലും അപ്പോൾ ആ പൈസയിലാണ് ജീവിതം മുന്നോട്ട് പോയത്. അപ്പോൾ പ്രവാസി ആദ്യം കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അടുപ്പം ആ പാട്ടിനോട് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇൻസിഡൻറ്റിനെ കേട്ടതിന് ശേഷം പ്രവാസി കേൾക്കുമ്പോഴാണ് എനിക്കത് സഹിക്കാൻ പറ്റാത്ത ഇമോഷൻസ് ഉള്ള വരികളും പാട്ടുമായിട്ട് എനിക്കതൊരു രണ്ടാമത് കേട്ടപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു ആത്മാവ് പിടികിട്ടിയത്. അപ്പോൾ ഈ പാലായനം കേട്ടപ്പോഴാണ് എനിക്ക് പ്രവാസിയെക്കുറിച്ച് ഓർമ്മ വന്നത്. ആ പ്രവാസി പാട്ടുണ്ടായി വന്നതിൽ ജോബേട്ടനായിട്ട് ഒരു കണക്ഷൻ ഉണ്ടല്ലോ, എന്നോട് നേരത്തെ പറഞ്ഞു. ആ സ്റ്റോറി ഒന്ന് അവർക്ക് വേണ്ടി ഷെയർ ചെയ്യാമോ? ഹലോ, നമസ്കാരം. ജെയിൻ യൂണിവേഴ്സിറ്റി. പ്രവാസി പാട്ടിന് ആക്ച്വലി അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് ഞാൻ 2014 കമ്പോസ് ചെയ്ത് വെച്ചതായിരുന്നു. അത് കഴിഞ്ഞിട്ട് സോങ് എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ ഒരു 1.5 കൊല്ലം 2 കൊല്ലത്തിനടുത്ത് ഇങ്ങനെ പോയിട്ടുണ്ട്. ആ സമയത്താണ് ജോബേട്ടൻ്റെ ഇതിൽ മ്യൂസിക് മോജോ അല്ല മായമോ എന്ന് പറഞ്ഞ പാട്ട്, മായയോ ആ സോങ് ഇറങ്ങുന്നത്. അപ്പം എനിക്ക് ആ വാക്ക് തന്നെ എൻ്റെ ഉള്ളിൽ സ്റ്റക്കായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പിന്നെ നമ്മൾ കുട്ടിക്കാനം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമുക്കൊരു സ്പേസ് ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ പാട്ടിൻ്റെ സെക്കൻഡ് ഹാഫ് ക്രാക്ക് ആവുന്നത്. അപ്പം ഈ പാട്ടിൻ്റെ ജോബേട്ടൻ്റെ ആ വാക്ക് അതിലെ ആ വാക്ക് കിട്ടിയിട്ടാണ് ഞാനങ്ങനെ ഇപ്പോൾ ആ പാട്ടിൻ്റെ ലിറിക്ക് ജിന്നോ നീ മന്നയോ അങ്ങനെയാണ്. അന്ന് ഞാൻ കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗിബ്രിഷൊക്കെ വെച്ചിട്ടായിരിക്കില്ല പാടുക. അപ്പോൾ അന്നേരം മായമോ ഗായമോ നേ അങ്ങനെ എന്തോ ആയിരുന്നു അന്നേരം ആ ഒരു ഐഡിയ വന്നത്. അപ്പം അതിനൊരു വാക്ക് ഇറ്റ് ഹാസ് ഇൻസ്പയർഡ്. അത് ആ പാട്ട് ബ്രേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്
അത് ഒരു ചെറിയ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടോ അല്ലേ? അത് ലേറ്റ് കാവാലം നാരായണ പണിക്കർ സാറാണ് മായമോ എഴുതിയത്, സാറിൻ്റെ വരികളാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു ജെയിംസ്. ചേട്ടാ, ഈ വരികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇത് ഏതായിരുന്നു, കാശില്ലവൻ കപ്പൽ വാങ്ങുമ്പോൾ കാശില്ലാത്തവൻ വെടികൊണ്ട് മരിക്കുന്നുമായിരുന്നു. പിന്നെ അത് കാശുള്ളവൻ ഹമ്പർ വാങ്ങുമ്പോൾ കാശില്ലാത്തവൻ ഇടികൊണ്ട് മരിക്കുന്നു എന്നായി. ഈ രണ്ട് ലിറിക്സും ഈ ഒരു ചേഞ്ച് കൊണ്ടുവരാനുള്ള റീസൺ എന്തായിരുന്നു? അത് 2012 ആദ്യത്തെ പുട്ടുപാട്ടിൻ്റെ വേർഷൻ ഇറങ്ങുന്നത്. അന്നേരം ആ പാട്ട് ഇറങ്ങുന്ന സമയത്തായിരുന്നു ആ ഇറ്റാലിയൻ നാവികസേന 2 ഫിഷർമാൻ അവരെ വെടിവെച്ച ആ ഒരു ഇൻസിഡൻ്റ് ഒക്കെ നടക്കുന്നുണ്ടായി. അപ്പം വി തോട്ടിനും ആ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ പാട്ടിൽ പറഞ്ഞു പോകാമെന്നുള്ള രീതിയിൽ അങ്ങനെ അതായത് കാശുള്ളവൻ കപ്പൽ വാങ്ങുമ്പോൾ വെടികൊണ്ട് മരിക്കുന്നു എന്നുള്ളത്. പിന്നെ 2016 മ്യൂസിക് മോജോയിൽ നമ്മൾ ചെയ്തിട്ടാണ് നെക്സ്റ്റ് നമ്മുടെ ഒരു പുതിയ പാട്ടുകളുടെ എല്ലാം ഒരു ബാൻഡ് വേർഷൻ, നമ്മളൊരു പ്രോ മ്യൂസീഷ്യനായി എന്ന് വേണേൽ അല്ലെങ്കിൽ ആ ഒരു സ്കേപ്പിലേക്ക് ഇറങ്ങാവുന്ന ഒരു പെർസ്പെക്റ്റീവിലേക്ക് വന്നത് 2016 മോജോ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുവരെ നമ്മളൊരു സ്റ്റുഡിയോ ബാൻഡ് എന്നുള്ളൊരു സെറ്റപ്പിലായിരുന്നു. അപ്പം 2016 ഈ പാട്ട് നമ്മൾ മോജോന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഈ നമ്മുടെ തൃശ്ശൂരിലെ ആ ഹമ്മർ ഇൻസിഡൻറ്റ് നടക്കുന്നത്. അപ്പം വി തോട്ടിനോ അത് നൈസായിട്ട് അതിൻ്റെ വേർഡ് കപ്പലിന് പകരം ഹമ്മർ, വെടികൊണ്ട് മരിക്കുന്നതിന് ഇടികൊണ്ട് മരിക്കുന്നു, അങ്ങനെ ഒരു റെഫറൻസ് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത്. ജെയിംസ് ചേട്ടൻ്റെ പാട്ടുകളിൽ ഇങ്ങനെ ഒരു റോ സോള് കിടക്കുന്നതായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ തകരയുടെ പാട്ടുകൾ എനിക്കൊന്ന് റീസെൻ്റായിട്ട് വന്ന ഒരു 3 വർക്ക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിന് മുന്നേയുള്ള എല്ലാ പാട്ടിനും വളരെ റോ ആയിട്ടുള്ളൊരു സോള് കിടപ്പുണ്ടെന്ന് തോന്നിയിട്ടാണ്. ഒരു പ്രൊട്ടസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു സ്വരവും ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു സ്റ്റൈലിൽ സ്റ്റിക്ക് ചെയ്യണം എന്നുള്ളത് കോൺഷ്യസ് ആയിട്ട് എടുത്തൊരു തീരുമാനമാണോ അതോ അതങ്ങനെ സംഭവിച്ചു പോയതാണോ? അങ്ങനെ കോൺഷ്യസ് ആയിട്ട് എടുത്ത തീരുമാനമൊന്നുമില്ല. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളോട് നമ്മൾ റിയാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഓരോ പാട്ടുകളും. അപ്പം അതിനോട് ഹോണസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നതും. ഇപ്പം പാടില്ല എന്ന് പറഞ്ഞൊരു പാട്ടിൻ്റെ അകത്തൊരു ഫാസിസം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ അതിൽ ഇറ്റ് നീഡ്സ് റോക്ക് എന്ന് പറഞ്ഞൊരു ജോണർ വേണം ആ ഒരു ആങ്കർ അല്ലെങ്കിൽ ആ ഒരു സാധനം കൺവേ ചെയ്യുമ്പോൾ. പിന്നെ അല്ല ഇപ്പം അമ്മച്ചി എന്ന് പറഞ്ഞൊരു പാട്ടാണ്, അതൊരു ഇപ്പോഴത്തെ കറണ്ട് ജനറേഷൻ ഹൗ ദേ ട്രീറ്റ് എൽഡേഴ്സ്. അപ്പം അതിനൊരു ലോൺലിനെസ് അത് വേണം. അപ്പോൾ അതൊരു ആംബിയൻറ്റ് ഒരു ജോണറിലായിരിക്കും അത് വർക്കാവുക. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഓരോ സോങ്ങിൻ്റെ തീമിനനുസരിച്ചിട്ട് നമ്മൾ ജോണർ ചെയ്യുന്നു. അല്ല. ഓക്കെ, ജോബേട്ടനിലേക്ക് വരാം. എന്താവുൻ്റെ വിഷ്വൽസ് ഉണ്ടല്ലോ, ജോബേട്ടൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളിലും എനിക്ക് വിഷ്വൽ ഏറ്റവും ക്യാച്ചായിട്ട് തോന്നിയിട്ടുള്ളത് POV ഷോട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന എന്താവുമാണ്. എനിക്ക് ആദ്യം അറിയേണ്ടത് അതിൽ ഫഹദ് ഫാസിലിനെ കൊണ്ടുവരാം എന്നുള്ള ഒരു ഐഡിയ എവിടെ നിന്നാണ് പോയത്? ഇത്രയും POV ഷോട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടും അതൊട്ടും ക്രൗഡഡ് ആയിട്ടല്ല ഇരിക്കുന്നത്. അത് ഒട്ടും ഫോഴ്സ്ഡ് ആയിട്ട് നമുക്ക് ഇയാൾക്ക് POV ഷോട്ട് അറിയാം എന്ന് കാണിക്കാനല്ല സിനിമാറ്റോഗ്രാഫർ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു സ്ട്രക്ചറുമായിട്ടൊക്കെ അതിന് ആത്മാർത്ഥമായ ബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് അതിൻ്റെ വിഷ്വലിൽ ജോബേട്ടനായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടോ അതോ ടെക്നീഷ്യൻസിൻ്റെ കോൺട്രിബ്യൂഷൻ ആണോ? ആൻഡ് ദെൻ ഫഹദ് ഫാസിൽ തിങ് അതും കൂടെ. എന്താവോ എന്ന് പറയുന്ന പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ബേസിക്കലി എപ്പോൾ കമ്പോസ് ചെയ്യുമ്പോൾ ഒരു വിഷ്വൽ ഐഡിയ മനസ്സിലിങ്ങനെ വരാറുണ്ട്. അപ്പോൾ നമ്മളതിൽ ടെക്നിക്കലി നമുക്കതിൽ വലിയ അറിവൊന്നും ഇല്ലെങ്കിലും ദിസ് ഹാസ് ടു ബി ലൈക്ക് ദിസ് എന്നുള്ളൊരു എൻ്റെ കാഴ്ചപ്പാട്. ഇപ്പോൾ ആ പാട്ടിൽ ഒരാളിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഓടി പോകുന്നതാണ് എനിക്ക് കമ്പോസ് ചെയ്യുമ്പോൾ വന്നത്. ആ ഒരു ഫീലാണ് എനിക്കുണ്ടായിരുന്നത്. അയാളുടെ പെർസ്പെക്റ്റീവിൽ ലോകത്തെ കാണുന്നതും പല പല വാതിലുകൾ തുറന്നു പോകുന്നതും ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ആ സമയത്ത് നമ്മൾ ഗോപ്രോയുടെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഫോട്ടോഗ്രാഫറാണ് എൻ്റെ ഫ്രണ്ടായ ജോഷി ഡാനിയൽ. അപ്പോൾ ജോഷിയെ വിളിച്ചേടാ ഇങ്ങനൊരു ഐഡിയ ഉണ്ട്, അപ്പോൾ നീ ഗോപ്രോയിൽ ഇതെനിക്ക് വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ജോഷി പറഞ്ഞു എനിവേസ് വി നീഡ് ഒരു ക്രേസി ഒരു ഡയറക്ടറും കൂടെ ഇതിൻ്റെ അകത്ത് വേണം, പക്ഷേ നമ്മുടെ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ചന്ദ്രകാന്ത് CK എന്ന് പറഞ്ഞ ചന്ദ്രു എന്ന് പറഞ്ഞ ഒരു ജീനിയസാണ്, പുള്ളി ജോയിൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ ഒരു എന്താ പറയുക ഞങ്ങളുടെ ശ്രമമാണ്. 1.5 വർഷം ഷൂട്ട് ചെയ്തതാണ് കേട്ടോ, 1.5 വർഷം. അപ്പോൾ അത് ആദ്യം ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ GoPro 4 ഹീറോ 4 എന്ന് പറഞ്ഞ മോഡലിൽ തുടങ്ങിയത്. പക്ഷേ ഷൂട്ട് ചെയ്ത് വന്നപ്പോഴേക്കും എൻ്റെ വിഷ്വൽസ് അത്രയും ഒരു അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി നമുക്ക് ഇടാൻ പറ്റുന്നൊരു സംഭവമായിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും തോന്നിയില്ല. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് നമ്മൾ ഐഡിയ ഡ്രോപ്പ് ചെയ്യാമെന്നുള്ള ഇതിൽ നിന്നപ്പോഴാണ് ഹീറോ 5 ഇറങ്ങുന്നത്.
അപ്പോൾ ഹീറോ 5 ഒരു സാമ്പിൾ ചെയ്തപ്പോഴേക്കും വി ഗോട്ട് ദ ഫീൽ ദാറ്റ് ഇതെങ്ങനെയും നടത്തിയെടുക്കാം. അപ്പോൾ പുള്ളിയുടെ ക്യാമറ പുള്ളി എൻഡോസി ആയതുകൊണ്ട് ഹീ ഗോട്ട് ദ ക്യാമറ വിത്ത് ഹിം. അപ്പോൾ ജോഷിയുടെ കൂടെ ഉണ്ടായിരുന്നു ക്യാമറ. അപ്പോൾ മാക്സിമം കവർ ചെയ്യുക, ഐഡിയാസ് കൂടുതൽ എടുക്കുക, ഒരാളുടെ വാണ്ടറിങ്. അപ്പോൾ ഫഹദിനെ നമുക്ക് 3 പേർക്കും ഇതിനകത്ത് അവസാനം ഒരു ക്യാമിയോ ഒരു അപ്പിയറൻസ് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും ഒറ്റ വാക്കിൽ ഫഹദ് എന്നാണ് ഞങ്ങളെല്ലാവർക്കും ആഗ്രഹിക്കാമല്ലോ. കിട്ടോ ഇല്ലെന്നുള്ള അറിയില്ല, പക്ഷേ ഒന്ന് ശ്രമിക്കാം, ഫഹദിനെ പോയി കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കണ്ടു. ഞാൻ ഓടിച്ചിട്ട് പിടിക്കായിരുന്നു ഫഹദിനെ, പുള്ളിയെ കിട്ടാൻ പാടാം. അപ്പോൾ പലയിടത്തും സെറ്റിലുമൊക്കെ പോയിട്ട് അപ്പോൾ പുള്ളിക്ക് ദിവസം അയച്ചിട്ട് ഹീ ലൈക്സ് മൈ മ്യൂസിക്, ഇഷ്ടമാണ്, ആ റെസ്പെക്റ്റ് മ്യൂച്വലി. പദയാത്രയുടെയൊക്കെ പുള്ളി ഹ്യൂജ് അഡ്മയറർ ആണെന്നുള്ളൊരു ഫീൽ എനിക്കും കിട്ടി. പുള്ളി പറയുകയും ചെയ്തു കേട്ടോ. വെരി താങ്ക്ഫുൾ ടു ഹിം. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇങ്ങനെ കേൾക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദർ ഇസ് എ പോസിബിലിറ്റി, എന്തെങ്കിലും ഞാൻ പുള്ളിക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തായാലും ലക്ഷങ്ങളോ കോടികളോ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഇഷ്ടം ഇങ്ങനെ ഒരു സംഭവം അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്, ഗോപ്രോയിലാണ്. അപ്പോൾ അവസാനം അതിൻ്റെ ഈ ഓടുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ പൊങ്ങി വന്നാൽ കൊള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പുള്ളി കണ്ടു ഞങ്ങളെടുത്ത കുറച്ച് എഡിറ്റഡ് ഇത് കണ്ടപ്പോഴേക്കും ഹി വാസ് റിയലി ഹാപ്പി. അതിൽ കൂടാം എന്നുള്ളൊരു സംഭവം, ഇഷ്ടം കൂടാം. എപ്പോഴാണെന്നും പറഞ്ഞില്ല. പിന്നെ ഒരു പോക്കങ്ങോട്ട് ആശാൻ പോയി. അപ്പോൾ പിന്നെ ഞാൻ മീൻ വൈൽ അതിന് ഫുൾ ടൈം പുള്ളിയെ കിട്ടാത്തതുകൊണ്ട് പുള്ളിയുടെ ശരീരഭാഷയുള്ള അല്ലെങ്കിൽ പുള്ളിയുടെ കൈ അതിലേറ്റവും കൂടുതൽ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ അത് ഒരാളുടെ ഓട്ടം കൈക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഫഹദിൻ്റെ പോലൊരു കൈ വേണം ആദ്യം. ഫഹദിൻ്റെ പോലൊരു എന്താ പറയുക ഡ്യൂപ്പ് അത് തേടിയിട്ട് കുറേ കാലം നടന്നു. അവസാനം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും അടുപ്പമുള്ളൊരു അനിയനാണ്, അർജുൻ എന്ന് പറഞ്ഞൊരു അനിയനാണ് ചെയ്തത്. കുറേ സ്ഥലത്ത് നമ്മൾ ഫോൺ നോക്കിയ കൈകളുടെ പടം മാത്രമേ ഉള്ളൂ. എൻ്റെ ഫോണൊക്കെ മുഴുവൻ കൈയാണ്. അവസാനം ഫഹദിന് അയച്ചു കൊടുത്തു. ഫഹദ് വാസ് വെരി ഹാപ്പി. എടോ ഇതെൻ്റെ കൈയേക്കാൾ കൊള്ളാമല്ലോ. അങ്ങനെയാണ് അർജുനായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്ത് കുറേ കാലം ഷൂട്ട് ചെയ്ത് തന്നെ എത്രയോ നമ്മുടെ ഉള്ള പൈസ എല്ലാം പോയി. ഇവരാരും പേയ്മെൻറ്റ്സ് ഒന്നും മേടിച്ചിട്ടുണ്ടായില്ല എൻ്റെ കൂടെ വർക്ക്. ബട്ട് സ്റ്റിൽ ഇറ്റ് ടുക്ക് ലോട്ട് ഓഫ് ടൈം, എഫേർട്ട് ആൻഡ് അതൊരു ടീം വർക്കാണ്. പിന്നെ ഫഹദ് അതിൽ സഹകരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു അതെ. പിന്നെ മ്യൂസിക് ഓഫ് കോഴ്സ് റെക്സേട്ടൻ ആണ് അതിൻ്റെ ഗിറ്റാർസ് വായിച്ചിരിക്കുന്നത്, സാമി പ്രൊഡക്ഷൻ. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ സഹോദരന്മാരാണ്, ഏറ്റവും അടുത്ത് വർക്ക് ചെയ്യുന്നതാണ്. ഇറ്റ്സ് എ ടോട്ടൽ എന്താ പറയുക ഒരു എഫേർട്ടാണ്. പിന്നെ ചന്ദ്രവട്ട എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ്റെ എഴുത്ത്. അപ്പോൾ അതാണ് എന്താവോടെ കഥ. ഓക്കെ ഏട്ടാ. അപ്പോൾ ഈ എന്താവെന്നുള്ള പാട്ടിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ആ വീഡിയോയുടെ എടുത്ത പോലെ കമൻസിൽ 2 മണിക്കൂർ മുന്നേറ്റൊരു കമൻറ്റ് ഉണ്ടാവും, 2025 എന്താവോ. ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് കയറി വരുമ്പോൾ ചെക്ക് ചെയ്തിട്ടാണ്. ഒന്ന് പാടാവോ ഏട്ടാ ഒരു ലൈൻ? വെറുതെ കൊതിപ്പിച്ചു. അപ്പോൾ എന്താവോ എന്നുള്ളതിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ആൻസർ പോലെ ഫീൽ ചെയ്ത സോങ്ങാണ് ലൂപ്പ്. അതെ അതെ, ഞാൻ ഈ പ്രവാസി ആൻഡ് ലൂപ്പിന്റെ വലിയ ആരാധകനാണ്. ഈ ലൂപ്പ് സോങ്ങിന്റെ ഒരു ജന്മം എങ്ങനെ? ഇപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ എത്ര കൺഫ്യൂസ്ഡ് ആയാലും ഇത് ഏതൊക്കെ രീതിയിൽ നമ്മുടെ സബ്മിറ്റുമായിട്ട് നിങ്ങളുടെ വർക്ക്സ് എങ്ങനെയൊക്കെ റിലേറ്റഡ് ആയും വരുന്നുണ്ട്. എനിക്കായിട്ടൊരു എഫേർട്ട് ഇടേണ്ട ആവശ്യം പോലും ഇല്ലാതെ തന്നെ. അപ്പോൾ ഈ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻസിനുള്ളൊരു ആൻസർ പോലെയാണ് എനിക്ക് ലൂപ്പ് സോങ് ഫീൽ ചെയ്തിട്ടുള്ളത്. എൻ്റെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ജോബേട്ടൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ കുന്നിൻ്റെ മുകളിലേക്ക് പോകുന്നത് പോലെയും ജെയിംസ് ഏട്ടൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ കടൽ തീരത്തിരിക്കുന്ന ഒരു ഫീലാണ്. ഈ ലൂപ്പിൻ്റെ താഴെ കമൻസ് ഉണ്ട്. ഞങ്ങളിങ്ങനെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് കഴിഞ്ഞിരിക്കുമ്പോൾ ഈ പാട്ട് പ്ലേ ചെയ്തു, അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നതെന്നൊക്കെ അതിനകത്ത് കമൻസ് ഉണ്ട്. അപ്പോൾ ഈ ലൂപ്പ് പാട്ടുണ്ടാക്കാം എന്നുള്ളൊരു തോട്ട്, അല്ലെങ്കിൽ ഇത്രയും ഡെപ്തുള്ള ഒരു കോൺസെപ്റ്റിലേക്കൊക്കെ പോകുന്നത് എങ്ങനെയാണ്? ആ പാട്ടിൻ്റെ കേസിൽ ആക്ച്വലി അത് ഫുൾ ക്രെഡിറ്റ്സ് ടു ദ ലിറിക്സിസ്റ്റ് അബ്രു മനോജ് എന്ന് പറഞ്ഞ ആളാണ് ലിറിക് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ചങ്ക് ബഡ്ഡിയാണ്. ഹിസ് പാർട്ട് ഓഫ് ദ ബാൻഡ് ആസ് വെൽ. സോ ഇത് ആക്ച്വലി മ്യൂസിക് ഉണ്ടായി കഴിഞ്ഞിട്ടാണ് നമ്മൾ കോൺസെപ്റ്റ് അതിലേക്ക് അങ്ങനെ വരുന്നത്. അപ്പം ആ ട്രാക്കിൽ ആദ്യം ഒരു മ്യൂസിക്കലി നമ്മളൊരു ഗിബ്രിഷായിട്ട് പാടിയിട്ട് പിന്നെ നമ്മളങ്ങനെ ഒരു ഡിസ്കഷനിലാണ് ഇങ്ങനെ ഒരു തീം വന്നാൽ അതിനൊരു രസാവും എന്നുള്ളൊരു ഇതിൽ വന്ന് അങ്ങനെ ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പാട്ടുകളിൽ എപ്പോഴും ഒക്കെ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചിട്ട് കോൺസെപ്റ്റും മ്യൂസിക്കും കൂടെ ഒരുമിച്ച് വരുന്നു. ചിലത് ഇപ്പം ലാസ്റ്റ് വന്ന ഈ 3 പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ആദ്യം ഉണ്ടായിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ കോൺസെപ്റ്റ് അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ വർക്ക് ചെയ്യാൻ ശ്രമിച്ച് നോക്കിയ പാട്ടുകളായിരുന്നു. അപ്പം ലൂപ്പ് അങ്ങനെ സംഭവിച്ചു. പോകുന്നു. അബ്രു മനോജിന് എല്ലാ ക്രെഡിറ്റ്സും കൊടുക്കുന്നു.
ചേട്ടാ അതുപോലെ റെയിൻ സോങ് ആണെങ്കിലും മാസ്ക് ആണെങ്കിലും കേട്ടിട്ടില്ലാത്തവർ തകരയുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷനിൽ പെട്ടതാണ് ലൂപ്പ്. ലൂപ്പ്, മാസ്ക്, റെയിൻ സോങ്. Rain Song. ഇനി അടുത്ത മാസം കുരുമുളക്, അത് കഴിഞ്ഞ് അനാഥപ്രവ, സൈക്കഡലിക് പ്രാഞ്ചി, ഇങ്ങനെ എല്ലാ മാസവും ഓരോ പാട്ട് വെച്ച് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇറങ്ങിയ 3 പാട്ടുകളാണ് മാസ്ക്, റെയിൻ സോങ്, ലൂപ്പ്. ഈ ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യന് സൂചിപ്പിച്ച പോലെ ഇതുവരെ തകര ചെയ്തു വന്ന പാട്ടുകളുടെ ഒരു ഫോമാറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മ്യൂസിക്കൽ ഡിസൈനും നിന്നൊക്കെ വളരെ വ്യത്യാസമുള്ള 3 പാട്ടുകളാണല്ലോ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ചേഞ്ചിലേക്ക് പോകണം എന്ന് ബാൻഡ് തീരുമാനിച്ച് അങ്ങനെ പോയതാണോ അതോ ഓൺ ദ ഫ്ലോയിൽ സംഭവിച്ചതാണോ? അല്ല, അത് നമ്മുടെ മെമ്പേഴ്സ് മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആയിരിക്കാം മേ ബി. ലൈക്ക് ആ പഴയ പാട്ടുകൾ വരുമ്പോൾ അവർ ആ മ്യൂസിക്കൽ സ്കേപ്പ് ഓഫ് ദ സോങ്സ് എന്ന് പറയുന്നത് മെമ്പേഴ്സ് മാറുന്നതിൻ്റെയും കൂടെ ഡെഫിനറ്റ്ലി ഒരു ഇതുണ്ടാവും. പിന്നെ എനിക്കറിയില്ല, ഇപ്പം ഞാനും കുറച്ച് മെല്ലോ ആണ്. ഇപ്പം പഴയ മറ്റേ വിപ്ലവമൊന്നുമില്ല. അപ്പം കുറച്ചും കൂടെ പവർ പോയി എന്നാണോ? പവർ പോയോന്ന് എനിക്കറിയത്തില്ല, നോക്കാം. പക്ഷെ ഇപ്പം ഞാനിപ്പം മൊത്തത്തിൽ ട്രിപ്പ് ചെയ്യുന്ന കുറച്ച് മെല്ലോ ആയിട്ട് ശാന്തം സമാധാനം എന്നുള്ള സ്കീമിൽ മേ ബി അതായിരിക്കാം പാട്ടുകളും ഒരു അതിൽ പോകുന്നത്. വേറെ സ്വഭാവത്തിലേക്ക് ഇനിയിപ്പോൾ മാറുമായിരിക്കാം, നോക്കാം. ചേട്ടാ അങ്ങനെ പറയുമ്പോഴും V3K ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് മായം മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ, അതിന് ഇപ്പം ഈ പറഞ്ഞ പാട്ടുകളുടെ എല്ലാവരും സ്വഭാവം അന്ന് ചെയ്ത ആ സോങ്ങിനുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിന് മറ്റു പാട്ടുകൾക്ക് കിട്ടിയ പോപ്പുലാരിറ്റി ഒരു ഇതോ അതിന് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതോ എൻ്റെ ഒരു മിസ്കൺസെപ്ഷനാണോ അത്? അത് ചില അതൊക്കെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ഇറക്കിയതാണ്. മ്യൂസിക് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല, ഓഡിയോ ആയിട്ട് നമ്മൾ ഇറക്കി വിട്ട പാട്ടുകളാണ്. അപ്പം അത് പ്രൊമോഷൻസ്, മാർക്കറ്റിംഗ് എപ്പോഴും അതൊരു ആർട്ടിസ്റ്റിൻ്റെ വേറൊരു സൈഡ് തന്നെ. നമ്മൾ മ്യൂസിക്കലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇപ്പുറത്തെ ഒരു സൈഡും നമുക്ക് വേണം, അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പം ഹോപ്പ്ഫുള്ളി അത് വിത്ത് ടൈം ആൾക്കാർ കേൾക്കുമായിരിക്കാം. എന്നെ സംബന്ധിച്ച് മ്യൂസിക് മോജോ എന്ന് പറയുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് സംഗീതം കാഴ്ചയ്ക്ക് കൂടെ വകവയ്ക്കുന്ന ഒന്നാണെന്ന് എനിക്ക് മനസ്സിലായത് മ്യൂസിക് മോജോ കാണുമ്പോഴാണ്. അന്ന് കുറച്ചുകൂടെ കുഞ്ഞാണ്, ഇപ്പം കുഞ്ഞല്ല എന്നാലും പറയാണ്, അന്ന് കുറച്ചുകൂടെ കുഞ്ഞാണ്. അപ്പോൾ എൻ്റെ വിവരത്തിന് ഏത് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് എന്ത് സൗണ്ട് വരുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ആകെ എനിക്ക് ശീലമുള്ളത് ഡാൻസ് ക്ലാസ്സിലെ ഒരു മൃദംഗവും ഒരു നട്ടുവങ്കവും ഒരു വയലിനോ തബലയോ വീണോ ഒക്കെയാണ് എനിക്ക് പരിചയമുള്ള കാര്യങ്ങൾ. ഇതിനപ്പുറത്തേക്ക് ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു ബ്യൂട്ടി ഞാൻ കാണുന്നത് മ്യൂസിക് മോജോയിൽ സിംഗേഴ്സ് പാടുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ റിച്ചായിട്ടുള്ള ഈ മ്യൂസിക് അറേഞ്ച്മെൻറ്റ് കണ്ടിട്ടാണ് ഇത്രയും വെറൈറ്റി ഓഫ് സൗണ്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള മനസ്സിലായത്. പ്രത്യേകിച്ച് ഞാനത് കണ്ടിട്ടുള്ളത് ചേട്ടൻ്റെ സെഷൻസിൽ ഇഷ്ടം പോലെ ഇൻസ്ട്രുമെൻസ് ആണ്. ഇടയ്ക്കുണ്ട്, പിന്നെ വീണ ഇരിപ്പുണ്ട്, നാദസ്വരമുണ്ട്. പക്ഷേ ഇതൊന്നും ക്രൗഡഡ് ആയിട്ട് ചേട്ടൻ പ്ലേസ് ചെയ്യാറേ ഇല്ല. ഇപ്പോൾ കണ്ണോട് കണ്ണായിടാമിലൊക്കെ മ്യൂസിക്കൽ അറേഞ്ച്മെൻറ്റ് വളരെ നീറ്റ് ആൻഡ് കമ്പോസ്ഡ് ആണ്. അപ്പോൾ ഇത്രയും ഇൻസ്ട്രുമെൻറ്റ്സ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് കോമ്പോസിഷനിലേക്ക് വരുമ്പോൾ? അല്ല, അത് ഓരോ പാട്ടിനും ഓരോ സ്വഭാവമാണ്. അപ്പോൾ ചില പാട്ടിന് അത് വേണം എന്നുള്ളത് അത് വേണം തന്നെയാണ്. അപ്പോൾ ഓരോ കമ്പോസറിൻ്റെ ഇൻഫ്ലുവൻസസ് ആണ്. അപ്പോൾ ചിലർക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ ആ പാട്ടിൽ അങ്ങനെ വീണ ഉണ്ടായാലേ ശരിയാവുള്ളൂ. ചിലപ്പോൾ എൻ്റെ കൊച്ചിലെ മുതലുള്ള ലിസണിങ്ങിൽ എവിടേക്കോ അങ്ങനെ താല്പര്യത്തിൽ വന്നതായിരിക്കും. അങ്ങനെ ഓരോ പാട്ടിനും ഓരോ അപ്പോൾ കണ്ണോടിൻ്റെ തന്നെ ഇടയ്ക്ക് നാദസ്വരമുണ്ട്. അപ്പോൾ അതൊക്കെ തോന്നുന്നതാണ്, ഇതൊക്കെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ആ പ്ലാറ്റ്ഫോമിൽ അത് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഓൾ എ പ്രൊഫഷണൽസ്, ഇറ്റ്സ് നോട്ട് ഈസി. അവരെ വെറുതെ ഇങ്ങനെ നമ്മളോട് ഒന്ന് വായിക്കാം അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇതുണ്ടാവണം. ആ ഒരു അപ്രോച്ച് എനിക്ക് തോന്നുന്നു സുമേഷ് ലാൽ സാറാണ്, ക്രെഡിറ്റ്സ് ഗോസ് ടു ഹിം. കപ്പ TV വലിയൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു എടുത്തത് മ്യൂസിക് മോജോ എന്ന് പറയുന്നത്. അപ്പോൾ കപ്പയുടെ അവരുടെ സ്ഥാപനത്തിൻ്റെ ആൾക്കാർക്കും അതിൻ്റെ ക്യൂറേറ്റ് ചെയ്തതും എല്ലാം ചെയ്തത് സുമേഷ് സാറാണ്. അതിൻ്റെ ഐഡിയാസും കാര്യങ്ങളും ഞാനാണ് ഫസ്റ്റ് മ്യൂസിക് മോജോ ചെയ്യുന്നത്. ഞാനും നേഹയും കൂടെ ഉള്ളൊരു സെഷനാണ്. യാക്സൺ, ബെൻ, അനീഷ്, ഞങ്ങളൊരു പോൾസൺ ചേട്ടൻ, അപ്പോൾ അങ്ങനെ ഒരു സന്തോഷ് ചേട്ടനൊക്കെ ആയിട്ടുള്ളൊരു ടീമാണ് ചെയ്തത്. അപ്പോൾ വി ഡിഡ്ന്റ് നോ മ്യൂസിക് മോജോ ഇങ്ങനെ മുന്നോട്ട് ഇത്രയും പോകുന്നു. സാറ് തന്നെ പറഞ്ഞു, ജോബെ ഫസ്റ്റ് പാട്ട് മെല്ലെ മെല്ലെ മുഖപടം പോട്ടെ, മെല്ലെ മെല്ലെ കപ്പ TV മ്യൂസിക് മോജോയും കയറി വരട്ടെ എന്നാണ് പുള്ളി അതിൽ പറഞ്ഞത്. അപ്പോൾ അത് ആ മ്യൂസിക് മോജയിലൂടെ ആദ്യം ഇപ്പോൾ നമ്മൾ സ്വന്തം പാട്ടുകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും നമുക്ക് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത നമ്മളെ ഏറ്റവും കേട്ട് നമ്മൾ അങ്ങേയറ്റം ആരാധിക്കുന്ന കമ്പോസേഴ്സിന് കൊടുക്കുന്ന ട്രിബ്യൂട്ട് പോലെയാണ് കവേഴ്സൊക്കെ ചെയ്തത്. അന്ന് നമ്മുടെ ആ ലിസണേഴ്സും അതിലേക്ക് എത്തി വരുന്നതേ ഉള്ളൂ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഒക്കെ ഇത്രയും പോപ്പുലർ അല്ല അന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു പതുക്കെ അന്ന് സ്വന്തം പാട്ടുകളായിരുന്നില്ല ചെയ്തത്. പക്ഷേ അടുത്ത സെഷനിൽ ഞാൻ എൻ്റെ പാട്ടുകളും കൂടെ ആഡ് ചെയ്തു.
അപ്പോൾ അത് മുന്നോട്ട് വലിയൊരു മാറ്റം ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് കൊണ്ടുവന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. അത് എക്സ്പോഷർ എന്ന് പറയുന്ന എല്ലാ ആർട്ടിസ്റ്റിനും വേണം. നമ്മൾ വീട്ടിൽ നിന്ന് പാടിക്കൊണ്ടിരുന്നിട്ട് മാത്രം ജനങ്ങളിലേക്ക് എത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ മ്യൂസിക് മോജോ ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ് റിഗാർഡിങ് ഇതാണോ ഫൈൻഡിങ് ന്യൂ ആർട്ടിസ്റ്റ്. ഒത്തിരി പേര് നമ്മളൊക്കെ നേരത്തെയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും കുറേയും കൂടെ പാട്ടുകൾ ചെയ്യാനും ഒക്കെ സാധിച്ചു. സോ താങ്ക്സ് ടു ആരെങ്കിലുമൊക്കെ ഒരു ഇനിഷ്യേറ്റീവ്, ഇപ്പോൾ ഇതൊരു ഇനിഷ്യേറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഇനിഷ്യേറ്റീവ്സ് എടുത്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ വരുള്ളൂ. നമ്മൾ പഴയ ക്ലീഷയും അതേ പരിപാടി തന്നെ ഫോളോ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നത്തിങ് വിൽ ഹാപ്പൻ. ആൻഡ് വി ഹാവ് ടു ഡു സംതിങ് ഫോർ ദ ഫ്യൂച്ചർ ആസ് വെൽ, അല്ലേ? അപ്പോൾ ചേട്ടാ, മ്യൂസിക് മോജോ എൻ്റെ മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ, സോങ് ബുക്കിന് വേണ്ടി സംസാരിക്കുമ്പോൾ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഇൻ്റർനെറ്റ് ഇല്ലായിരുന്നെങ്കിൽ തകര ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോബേട്ടൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അമൃത സൂപ്പർ സിംഗറിൽ പങ്കെടുത്തു എന്നുള്ള പേരിലെങ്കിലും ജോബേട്ടനെ നമുക്കൊക്കെ അറിയാമായിരുന്നു. ബട്ട് ചേട്ടനെ വരുമ്പോൾ അങ്ങനെ യാതൊരു പ്രിവിലേജുകളും ഇല്ലാതെയാണ് ഇങ്ങനൊരു മ്യൂസിക് സീനിലേക്ക് ചേട്ടൻ വരുന്നത്. അപ്പോൾ ആ ടൈമിൽ ഈ മ്യൂസിക് മോജോ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമും ഇൻ്റർനെറ്റും ഒക്കെ ഏത് രീതിയിലാണ് ചേട്ടനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? ഗംഭീരമായിട്ട് അത് പറഞ്ഞ തന്നെ. ഇപ്പം ടെക്നോളജി, ഇപ്പം ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ തകര എന്ന ബാൻഡ് വന്നിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ 2012 ആദ്യത്തെ സോങ് റിലീസ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ ഈ യൂട്യൂബ് നെറ്റൊക്കെ വരുന്ന ഒരു കേസായിരുന്നു. അപ്പം നമ്മൾ ആ പാട്ട് എടുത്തു, അത് മ്യൂസിക് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. എല്ലാം 0 ബഡ്ജറ്റായിട്ട് ഒരു 3 ദിവസത്തിലൊക്കെ തീർത്ത പാട്ടുകളാണ്. എല്ലാം ഒരു ദിവസം ഷൂട്ട് ചെയ്യുന്നു, നെക്സ്റ്റ് ഡേ എഡിറ്റ് ചെയ്യുന്നു, അതിൻ്റെ പിറ്റേ ദിവസം റിലീസ് ചെയ്യുന്നു. ആദ്യത്തെ പാട്ട് പോടി വെണ്ണ എന്ന് പറഞ്ഞൊരു പാട്ട്. അപ്പം അത് യൂട്യൂബിൽ അന്നേരം നമ്മൾ എടുത്തിട്ടു. അത് ഡെയിലി കുറച്ച് വ്യൂസായിട്ട് കയറുന്നു. അങ്ങനെ അത് ആൾക്കാരിലേക്ക് എത്തി. അത് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ഓക്കെ അടുത്ത പാട്ടപ്പം വരുന്നു, എന്നാൽ പിന്നെ എന്നാൽ അടുത്ത പാട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അടുത്ത പാട്ട് ചെയ്യുന്നു. അത് വർക്കാവുന്നു. അത് കഴിഞ്ഞപ്പം ഒരു ഫിലിമിൻ്റെ ഓഫർ വരുന്നു. അപ്പം ആദ്യത്തെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ആദ്യമായിട്ടാണ് ചാനലിൽ നിന്നൊക്കെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നു. അപ്പോഴാണ് ഞാനും വിചാരിക്കുന്നത്, ഇത് കൊള്ളാല പരിപാടി, നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, എന്നാൽ പിന്നെ ഇത് പിടിച്ച് നോക്കാമെന്നുള്ള രീതിയിൽ പിന്നെ അങ്ങോട്ട് പിടിച്ച് നോക്കി ഇപ്പോൾ ഇങ്ങനെ ഇവിടം വരെ എത്തി ഇങ്ങനെ നിൽക്കുന്നു. ഇനി അങ്ങോട്ടും പോകണം, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. എനിക്ക് രണ്ടുപേർക്കും ഇങ്ങോട്ടുള്ള സംശയമാണ്. സിംഗിങ്ങും കമ്പോസിങ്ങും പോലെ അല്ലല്ലോ മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് വേറെ തന്നെ ഒരു ടാലൻറ്റും മാനേജ്മെൻറ്റ് സ്കില്ലും ഒക്കെ ആണല്ലോ. അപ്പോൾ അത് കമ്പോസ് ചെയ്യുന്ന ഒരാൾക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുമോ? അത് നമ്മളൊരു ടീമിനെ ഹയർ ചെയ്യുന്നതാണോ നല്ലത്? ലൈവ് പെർഫോം ചെയ്യുന്നവരാണ് രണ്ടുപേരും. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു അങ്ങനെ ഒരു ഇവൻ്റൊക്കെ ചെയ്യാനും താല്പര്യമുള്ളവർ ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റ് സ്കില്ല് നമ്മൾ തന്നെ ആൾക്കാരെ വെക്കുന്നതാണോ നല്ലത്, അതോ നമ്മൾ തന്നെ എല്ലാം ചെയ്ത് ശീലിക്കുന്നതാണോ? ചേട്ടൻ തന്നെയാണല്ലോ തകരയുടെ മാനേജറും. അപ്പോൾ ഈ രണ്ടും ഡീൽ ചെയ്യുന്നവരെന്ന നിലയ്ക്ക് എന്താ പറയുന്നത്? മറ്റു പ്രൊഡക്ഷനെ കുറിച്ചാണോ? മ്യൂസിക് പ്രൊഡക്ഷൻ മറ്റതും ഉണ്ട്. ലൈവ് ഈവൻസിലേക്ക് വരുമ്പോൾ ഉള്ളത് മ്യൂസിക് പ്രൊഡക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ ചോദിച്ചത്. ലൈവ് ഈവൻസിലേക്ക് വരുമ്പോൾ ഉള്ള മാനേജ്മെൻറ്റ് സ്കില്ലും ഇത് രണ്ടും എങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾ പാടുന്നത് പോലെ എളുപ്പമല്ലല്ലോ. നമ്മൾ അതിനുള്ള സാഹചര്യം ഒരുക്കുന്നത് കുറച്ചുകൂടി പാടായിരിക്കും തോന്നുന്നു. ഓർഗനൈസിങ് ആൻഡ് ഈവൻ്റാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനിപ്പോൾ ഒത്തിരി ഇവൻറ്റ് കോർഡിനേറ്റേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ പെർഫോം ചെയ്താൽ മതിയല്ലോ. അല്ല, ഞാൻ ആദ്യം തന്നെ മ്യൂസിക് പ്രൊഡക്ഷനിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ഒരു ടോട്ടൽ വിഷൻ ആ ട്രാക്കിനെ കുറിച്ചുള്ള ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡ്യൂസർ. കമ്പോസർ ക്യാൻ ബി എ പ്രൊഡ്യൂസർ ആസ് വെൽ. പ്രൊഡ്യൂസറിനും പക്ഷേ ഇപ്പം നമ്മൾ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ എക്സ്പെർട്ടൈസ് ഉണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു സോങ് റൈറ്റർ, കമ്പോസർ, സിംഗറാണ്, മോർ ദാൻ എ പ്രൊഡ്യൂസർ. കൂട്ടിയിരുന്ന് അതിൻ്റെ ഓരോ കാര്യങ്ങളും എന്താ പറയണ്ടത്, അതിൻ്റെ സ്പേസിൽ ഇരുത്താനുള്ള ഒരു ക്ഷമ എനിക്ക് ഐ ക്യാൻ സിറ്റ് ആൻഡ് പ്രൊഡ്യൂസ് ആസ് വെൽ. പക്ഷേ എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് എനി റിസ്ക് ഓൺ മൈ സോങ്സ്. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന കലാകാരന്മാരോട്ട് അസോസിയേറ്റ് ചെയ്ത് എനിക്ക് വേണ്ടിയ ശബ്ദങ്ങൾ എൻ്റെ പാട്ടിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു അപ്രോച്ച് ജെയിംസ്. കാരണം വെച്ചാൽ നമ്മളൊരു ഭ്രാന്ത് പിടിച്ച പോക്കാണ് പാട്ടെഴുത്തും, അല്ലെങ്കിൽ പാട്ടെഴുത്തുന്ന സെൻസ് അതിൻ്റെ ഒരു മൊത്തം വിഷൻ. അപ്പോൾ മ്യൂസിക് പ്രൊഡക്ഷൻ ഇതെല്ലാം ചേർന്നിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ കളക്റ്റീവ്ലി യു ബ്രിങ് ഔട്ട്. ഒറ്റയ്ക്ക് ചെയ്യാവുന്നതൊക്കെ ഉള്ളൂ, അത് ഓരോരുത്തരുടെ എക്സ്പെർട്ടൈസ് പോലെ ഇരിക്കും. ഇപ്പം റെക്സ് ക്യാൻ ഈസിലി പുൾ എ സോങ് എലോൺ. ഞാൻ കണ്ടിട്ടുള്ളൊരു മാജിക് ഉള്ള ഒരാളാണ്. ഒരു പാട്ട് കമ്പോസ് ചെയ്ത് ഗിറ്റാർ വായിച്ച് വേണമെങ്കിൽ അങ്ങനെ പാടിയും ഡ്രമ്മും വായിച്ച് കീബോർഡും വായിച്ച് എന്തും ചെയ്ത് അങ്ങനെ ഒരു പാട്ടിറക്കും. പക്ഷേ അത്രയും ഞാൻ എക്സ്പെർട്ടല്ല എന്ന് തന്നെയാണ്. പക്ഷേ സോങ് റൈറ്റിംഗ് ആൻഡ് പെർഫോമിങ് ഈസ് മൈ കപ്പ് ഓഫ് ടീ. എനിക്ക് ആ പാട്ടുകൾ പാടാനും അങ്ങനെ സിംഗർ എന്നുള്ള രീതിയിലും. അപ്പോൾ അൾട്ടിമേറ്റ് എയിം ഈസ് ടു സംഹൗ ഗെറ്റ് മൈ ഫീലിംഗ് ഔട്ട്. അതിന് നമ്മൾ
നല്ലൊരു പ്രൊഡ്യൂസറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം, നമുക്ക് തന്നെ പകുതി ചെയ്തിട്ട് അവരുമായിട്ട് ബാക്കി പകുതി ചെയ്യിക്കാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വാട്ട് യു വോണ്ട്. അത് കൃത്യമായിട്ട് ഐഡിയ ഉണ്ടാവുക തന്നെ വേണം ഒരു പാട്ട് ചെയ്യുമ്പോൾ. അതെനിക്കുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഐഡിയ എത്രത്തോളം നല്ലതാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഐ ഹാവ് എ ക്ലിയർ വിഷൻ ഓഫ് വാട്ട് ഐ വോണ്ട്, അത് ഉറപ്പാണ്. പിന്നെ ഞങ്ങൾ ഇതുമായിട്ട് നേരെ ഈ ചർച്ചയായിട്ട് ബന്ധമില്ലാത്ത കുറച്ച് പേരാണ് ഇവിടെ. ഇതിനു മുമ്പുള്ള ചർച്ചയൊക്കെ കണ്ടപ്പോഴേ പേടിയായിപ്പോയി സത്യം പറഞ്ഞാൽ. ഇവിടെ വന്ന് മാഡം നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ മുന്നിൽ വന്നിരുന്ന് പാട്ടും പരിപാടിയൊക്കെ പറയാൻ തന്നെ ഒരു, പക്ഷെ അതുകൊണ്ടാണ് ഞാൻ അധികം അങ്ങോട്ട് നോക്കാതെ. പിന്നെ ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജിയൊക്കെ പഠിച്ചിട്ടാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ഇപ്പോൾ ഇത് ചെയ്തത്. ഇൻസ്ട്രുമെൻറ്റേഷനെ കുറിച്ച് എന്താണെന്ന് ചോദിച്ചു കളയരുത്, ട്രാൻസിസ്റ്റർ എന്താണെന്ന് പോലും മറന്നിരിക്കുന്നു. അപ്പോൾ അല്ല, അപ്പോൾ അങ്ങനെ മ്യൂസിക് പ്രൊഡക്ഷൻ എന്നാണ്. പിന്നെ ലൈവ് കോൺസേർട്സിൻ്റെ ഒരു ഇവൻറ്റ്, ഇങ്ങനെയൊക്കെ ഈ അടുത്ത് വന്ന മാറ്റങ്ങളാണ് ആക്ച്വലി. പണ്ടൊക്കെ ഇങ്ങനത്തെ ഒരു സീനില്ല. പക്ഷേ ഇതെല്ലാം ഒരു സോഷ്യൽ മീഡിയ ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ് ആക്ച്വലി. നേരത്തെ സിനിമ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു എല്ലാം, മനസ്സിലായില്ലേ? അതായത് സിനിമയിൽ പാടിയാൽ, സിനിമയിൽ കമ്പോസ് ചെയ്താൽ അറിയപ്പെടും. നമ്മൾ സങ്കടകരമായ സത്യം എന്ന് പറഞ്ഞാൽ എത്ര ടാലൻസ് ആണ് അവരുടെ ജീവിതം ഇല്ലാണ്ടായി പോയിരിക്കുന്നത് എന്നറിയാം. എനിക്ക് സങ്കടം, ഏറ്റവും കൂടുതൽ ഞാൻ വിഷമിക്കുന്ന ഒരു കാര്യം അതാണ്. ഞാൻ വിചാരിക്കുന്നത് ഇത്രയും കഴിവുള്ള ആൾക്കാരൊക്കെ കഴിവ് പ്രകടിപ്പിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതെ നമ്മൾ ജീവിതം കരിയർ പോയവരുണ്ട്. മേ ബി ഇപ്പോൾ സിനിമയിൽ പറഞ്ഞാൽ ഓഫ് കോഴ്സ് ദർ ഇസ് സെറ്റ് ഓഫ് പീപ്പിൾ ടു ഡു സം വർക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഒരു അവസരം വരിക എന്ന് പറയുന്നത് തന്നെ വലിയ, അതുമല്ല ആൾക്കാരും കുറച്ചൊക്കെ ഓഡിയൻസും അവർക്ക് വേണ്ട ടേസ്റ്റ് ഇതാണ് നമുക്ക് വേണ്ടെന്നുള്ളൊരു നേരത്തെ ഒരു പ്രീസെറ്റ് മൈൻഡും ഉണ്ട്. അതങ്ങനെ വർഷങ്ങളിപ്പം ഇപ്പോൾ പുതിയ പുതിയ ആർട്ടിസ്റ്റുകളെ കേൾക്കാനുള്ള അവർക്കുള്ള അവസരത്തിൻ്റെ കുറവ് ആണ്. ഇപ്പം നമ്മളൊരു ദൂരദർശൻ അല്ലെങ്കിൽ ഒരു AR ഉണ്ടായിരുന്നു, കൂടിപ്പോയാൽ അല്ലേ, അതിൽ കൂടുതൽ ഒരു ലിസണിങ് അല്ലെങ്കിൽ പുതിയ പാട്ടുകൾ കേൾക്കാൻ തന്നെയുള്ള ഇതില്ലല്ലോ. അപ്പോൾ ഇന്ന് അതൊക്കെ മാറി. ഒത്തിരി പേർക്ക് ഇന്ന് ആക്ച്വലി ഹു ഹാവ് ഒരു ടാലൻറ്റ്, ഗിഫ്റ്റുള്ള ഒരാൾക്ക് ഇന്ന് ഉറപ്പായിട്ടും ഏത് പ്രൊഫഷനിലേക്കും പോകാനുള്ളൊരു സാഹചര്യമുള്ള. നേരത്തെ സാറ് പറയുന്നത് ഞാൻ കേട്ടിരുന്നു, നമ്മൾ ശ്രമിച്ചാൽ മാത്രം മതി. ശരിക്കും ശ്രമിക്കണം. 24 hours ഇത്രയും സമയം അതിലേക്ക് ചിലവഴിക്കാനുള്ള മനസ്സ് ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യത്തെ സംഭവം. ഉറപ്പായിട്ട് അടിയിട്ടി മടുക്കും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ വിടാതെ പിടിക്കുന്നൊരു മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യു വിൽ ഫൈൻഡ് ദാറ്റ് വേ ഔട്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ സിനിമയിൽ പാടാറുണ്ട്, എന്നിരുന്നാലും സിനിമയെ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ സ്വന്തം പാട്ടുകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അവരവരുടെ കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇന്നുണ്ട്. ബട്ട് യു ഹാവ് ടു ട്രൈ വിത്തൗട്ട് കംപ്ലൈനിങ്. താങ്ക് യു ചേട്ടാ. ഇപ്പോൾ ചേട്ടന് ആ സെയിം ചോദ്യം തന്നെ, മ്യൂസിക് പ്രൊഡക്ഷൻ ആൻഡ് ഓർഗനൈസിങ് ആൻ ഈവൻറ്റ്, ഇത് രണ്ടും നമ്മൾ തന്നെ ചെയ്താൽ മതിയോ, ഒരാളെ ഏൽപ്പിക്കുന്നതാണോ നല്ലത്? അത് ബേസിക്സ് അറിയാൻ വേണ്ടി ഞാനിപ്പം മാനേജ് ചെയ്യുന്നവർ ഇപ്പം ത്രൂ ഔട്ട് മൈ ലൈഫ് ഞാൻ തന്നെ എന്നെ മാനേജ് ചെയ്യാനൊരു കാണാനൊന്നുമില്ല. പക്ഷേ റൈറ്റ് നൗ ഐ എം ഡൂയിങ് ഇറ്റ് ടു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് A to Z, ലൈക്ക് യുനോ ഫ്രം വെയർ ടു വെയർ എന്നുള്ളൊരു സീനിൽ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഐ എം നോട്ട് ദാറ്റ് ബിസി ഓൾസോ. അത്യാവശ്യം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന പോലെ ഉള്ളൂ. ഇപ്പോൾ മാസത്തിൽ 2-3 ഷോസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ മാനേജ് ചെയ്താൽ മതി. അപ്പം അതിൻ്റെ മേലേക്ക് നമ്മൾ കുറെ കൂടെ നെക്സ്റ്റ് ലെവൽ ബിസി ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി സംബഡി വിൽ കം ആൻഡ് അവരങ്ങനെ ഒരാളുണ്ടാകുമ്പം ഇറ്റ് വിൽ ബി ലിൽ മോർ സ്മൂത്ത്. ഇപ്പം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ള ഒരു സ്പേസിലാണ് പോകുന്നത്. അതുകൊണ്ട് ഐ ആം ഡൂയിങ് ഇറ്റ് മൈസെൽഫ്. ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് ഇപ്പോൾ എൻ്റെ മാനേജർ. കേട്ടല്ലോ അല്ലേ? എന്നെ വ്യക്തിപരമായി സഹിച്ച് ഇപ്പോൾ പ്രൊഫഷണലിയും കൂടെ സഹിക്കുകയാണ് ആതിര. അപ്പോൾ അല്ല, ഷീ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ഓൾ മൈ പ്രൊഫഷണൽ ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ അത്രയും ഒരു ഹാപ്പി ആയിട്ട് ഇങ്ങനെ മ്യൂസിക്. പുള്ളിക്കാരി ഷീ ഈസ് ഓൾസോ വണ്ടർഫുൾ സിംഗർ. പുള്ളിക്കാരി ഇനി പാടണം എന്നാണ് എൻ്റെ ആഗ്രഹം. കൂടുതൽ പാടുകയും കൂടെ വേണം. അത് അല്ലെങ്കിൽ എല്ലാവരും പറയും ഞാൻ മറ്റേ പാടിക്കാത്തതാണെന്ന് പറയുന്ന ഒരു ചീത്തപ്പേര് എനിക്കുണ്ട്. അത് കുറയ്ക്കണം, നീ പാടണം. ഓഡിയൻസിന് മറ്റേ സ്റ്റാർ സിംഗറിൽ ഇവർ ഒരുമിച്ച് ആ കഥ അറിയുമെന്ന് അറിയാമായിരിക്കും. എവിടെ അമൃത സൂപ്പർ സ്റ്റാറിൽ എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ സൂപ്പർ സ്റ്റാറിൽ 2ാം സ്ഥാനവും ജീവിത സഖിയും കൂടെ ഇങ്ങി പോന്നു. അപ്പോൾ അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്ന 2 മക്കളാണ്. ഹാപ്പി ആയിട്ട് പോകുന്നു പാരൻസിൻ്റെ കൂടെയാണ്. എനിക്ക് എക്സാം ഹാളിൽ ഇരിക്കുന്നത് പോലെ
ഒരു ഫീലാണ് അവിടെ ഓടുന്ന, മണിക്കുട്ടി ഓടുന്നുണ്ട്. അപ്പോൾ ആസ് മണിക്കുട്ടി മോഡറേറ്റർ ഐ ഉണ്ടല്ലോ. ഹാവ് ടു മാനേജ്, അതുകൊണ്ട് ഒന്ന് ഇടപെടുകയാണ്. ഐ എം സോറി. ഇപ്പോൾ ഇങ്ങനൊരു വേദിയിൽ ഇരിക്കുന്നത് കൂടി കൊണ്ട് ചോദിക്കുകയാണ്. കഴിഞ്ഞ സെഷനിൽ മനീഷേട്ടൻ ഇവിടെ ഉണ്ടായിരുന്ന സെഷനിൽ ബിജിബാലേട്ടൻ മറുപടി കൊടുത്തത് എക്ക് മേ ബി എനിക്ക് 5 ട്യൂൺ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ AI 25 ട്യൂൺ ഉണ്ടാക്കുമായിരിക്കും. പക്ഷേ ഭാഷയിലെ ഒരു സാധനം ജന്മങ്ങൾക്കപ്പുറത്ത് എങ്ങോ ചെമ്പകം പൂത്ത സുഗന്ധം. അപ്പോൾ ഭാഷയിൽ ഈ ചേഞ്ച് വരാൻ മേ ബി ഒരു 5 വർഷം കൂടി ലേറ്റാകും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ബിജിബാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കത് വളരെ വേർത്തിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ രണ്ടുപേരും മ്യൂസിക്കിൽ നിൽക്കുന്നത് കൊണ്ട് ഈ എയുടെ ഒരു ഇൻവേഷൻ ഈ ആർട്ട് ഫോമിനെ ഏത് രീതിയിൽ ചേഞ്ച് ചെയ്യും എന്നാണ് രണ്ടുപേരും കരുതുന്നതെന്ന് കൂടി ഒന്ന് പറയാമോ? നിങ്ങൾ പറയുന്നത് ഞാൻ പറയാം. AI അതിനെ നമ്മളൊരു ടൂളായിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. പിന്നെ അത് എന്താവും എന്നുള്ളത് എന്താവോ അത് കണ്ട് തന്നെ അറിയണം. കണ്ടെന്നെ അറിയണം. അപ്പം പക്ഷെ അതിപ്പം നമുക്ക് തന്നെ ഇപ്പം പണ്ടത്തെ പോലെ ഇപ്പം ഒരു പാട്ടുണ്ടാക്കാൻ നമുക്ക് തന്നെ ഒരു പ്രോംപ്റ്റ് ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഭയങ്കരം ഒരു ഡെമോക്രസിയുടെ അങ്ങായിട്ടുള്ളൊരു സാധനമാണെന്ന് തോന്നുന്നു. വെച്ചാൽ ഒന്നും അറിയണ്ട, ജസ്റ്റ് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് തിരിച്ചു തരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെ നമ്മൾ മ്യൂസിക് നോട്ട്സ് അല്ലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ അതെല്ലാം മാറിയിട്ട് അപ്പം അതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ വി യൂസ് എനി ടെക്നോളജി എന്നുള്ള പോലെ. ഐ തിങ്ക് ഞാനിപ്പം ഇതൊക്കെ നോക്കി ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ എന്തെങ്കിലും കുറിച്ചിട്ട് അതിനെ ഒരു ഇതിങ്ങനെയാണ് ഒരു ട്രൈ ചെയ്ത് ഒന്ന് അയച്ചു തരും. അപ്പം അത് പല പല വേർഷൻസ് തരുന്നു. അപ്പം ഞാനല്ലെങ്കിൽ കൊള്ളാലോ. എൻ്റെ കാര്യത്തിൽ ഞാൻ ചിന്തിക്കുന്നത് AI ക്യാൻ ഡു ലോട്ട് ഓഫ് തിങ്സ്, അത് ഉറപ്പാണ്. പക്ഷേ ഒരു ഹ്യൂമൻ ഫീലിംഗ് എന്ന് പറയുന്ന സംഭവം, മ്യൂസിക് കംസ് ഔട്ട് ഓഫ് ഫീലിങ്സ്. ഞാൻ കമ്പോസ് ചെയ്യുന്നത് അങ്ങേയറ്റം നമുക്ക് ആ പാട്ട് കഴിയുമ്പോൾ കണ്ണ് നിറയണം. എൻ്റെ കമ്പോസിഷൻ ഞാൻ ഹാപ്പി ആവുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ ആ ഒരു ഫീലുണ്ടല്ലോ, തൽക്കാലം അത് AI അത് കിട്ടത്തില്ല. അത് എത്തുന്ന ഒരു സമയത്ത് എനിക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ആ ലെവലിൽ ഹ്യൂമൻ ഇമോഷൻസിനെ അവർക്ക് എടുക്കാൻ പറ്റുന്നൊരു സമയത്ത് നമ്മളുണ്ടാവുമോ എന്നുള്ള കാര്യം അറിയില്ല. ബട്ട് സ്റ്റിൽ ജെയിംസ് പറഞ്ഞ പോലെ അതിൻ്റെ കുറേ നല്ല വശങ്ങൾ നമുക്ക് ആസ് ക്രിയേറ്റേഴ്സ് നമുക്കതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ പേടിയോടെ അതിനെ കാണുന്ന ആളാണ്. അതുകൊണ്ട് ആ സൈഡിലോട്ട് പോയിട്ടില്ല. പേടിയുള്ള ആളായതുകൊണ്ട് ജനറലി ഐ ട്രൈ ടു കീപ് മൈ ഓൺ ബേസിക്സ് ആൻഡ് ഐ ട്രൈ മൈസെൽഫ്. അറിയില്ല വാട്ട് പറഞ്ഞല്ലോ എന്താവോ. ഓഡിയൻസിനുള്ള സമയത്ത് നിന്ന് കുറച്ച് സമയം കൂടി കടമെടുത്തിട്ട് ഞാനൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെഷൻ്റെ പേര് ട്രെൻഡ്സ് അൺപ്ലഗ്ഡ് എന്നാണല്ലോ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എപ്പോഴാണോ കണ്ടത് ട്രെൻഡ്സ് അൺഫോളോ ചെയ്യാന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്നോട് ആൾക്കാർ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും, ടീച്ചർ ആ പാട്ട് എന്നോട് ഡാൻസ് കളിപ്പിച്ചാൽ വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അത് പറ്റാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് പോയ കുട്ടികളുണ്ട്. ഇല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ, ലെറ്റ് ദം ഗോ എന്നുള്ളതാണ്. ഒരു ഡെമോക്രാറ്റിക് ചേട്ടൻ പറഞ്ഞ അതൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഈ ട്രെൻഡ്സിനെ അൺപ്ലഗ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാതെ എത്തിയവരാണ് രണ്ടുപേരും. ഇപ്പോൾ പറഞ്ഞ രണ്ടുപേരെ അറിയാവുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ബട്ട് നിങ്ങൾ ആ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അത് മേ ബി ഒരു ഈസിയസ്റ്റ് ഡിസിഷൻ ആയിരുന്നു രണ്ടുപേർക്കെന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാവൂ. ആൻഡ് ഇപ്പോൾ മേ ബി ഇപ്പോൾ നമ്മളിപ്പോൾ വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് അല്ലാത്തുള്ള സ്റ്റൈലുകളിൽ താല്പര്യമുള്ളവർ ഉണ്ടാവും. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് രണ്ടുപേർക്കും? ഞാൻ തുടങ്ങിയപ്പം നമ്മൾ ആ ഒരു ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള സീനായിരുന്നു എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ. എനിക്കിപ്പോഴും എൻ്റെ ഒരു മ്യൂസിക് ജേണീനെ ഞാൻ മാർക്കിടുവാണെങ്കിലും ഞാനിപ്പം മാർക്കിടുന്ന ആ ഒരു തോട്ട് പ്രോസസ്സായിരുന്നു. വെച്ചാൽ ആ ടൈമിൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല. എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടുള്ള ആരും അങ്ങനെയൊന്നും ഇല്ല. ഞാൻ റഹ്മാൻ സ്കൂൾ ഓഫ് മ്യൂസിക് എന്നാണെന്ന്, ഞാൻ റഹ്മാൻ സാറിൻ്റെ പാട്ടുകൾ റിലീജിയസ് ആയിട്ടിരുന്ന് കേൾക്കും. അപ്പോൾ അതുമാത്രം എൻ്റെ ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു കാര്യം ബാൻഡ് ആവുന്നതിന് മുമ്പിൽ. അപ്പം അന്നേരം അത് പ്രായത്തിൻ്റെയും കൂടി ആയിരിക്കും. അന്നേരം ഒരു ഫയറിൽ എന്നാൽ ഇതൊന്ന് പിടിച്ച് നോക്കാം, പിന്നെ എന്തെങ്കിലും വേറെ എനിക്ക് പിന്നെ പഠിച്ച കാര്യം ചെയ്യേണ്ട എന്നുള്ളതിനെ കുറിച്ച് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് ജീവിതത്തിൽ ചെയ്യുന്നതിനെ കുറിച്ച് ക്ലാരിറ്റി ഒന്നും ഉണ്ടായില്ല. അപ്പം മ്യൂസിക് വാസ് സൈഡിലുണ്ടായിരുന്നു. അത് ഗിത്താറൊക്കെ വാങ്ങി അത് ഇങ്ങനെ ഒരു സൈഡിൽ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എറിയങ്ങ് പിടിച്ചു. എന്നാൽ പിന്നെ നമുക്ക് പരിപാടി നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പാട്ട് കമ്പോസ് ചെയ്യുക, ആ ഒരു ഹോൾ പ്രോസസ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പം പിന്നെ ഓക്കെ ലെറ്റ്സ് സീ എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
ട്രെൻഡ് എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ സത്യം പറഞ്ഞാൽ കുറച്ച് അപകടമാണ് ആസ് ക്രിയേറ്റേഴ്സ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമുക്ക് ട്രെൻഡ് ഇപ്പം കറൻ്റ്ലി ഇപ്പോൾ ഒരു ട്രെൻഡ് ഓഫ് മ്യൂസിക് ഗോയിങ് ആണ്. നമ്മൾ അതിൻ്റെ കൂടെ പിടിക്കാൻ നോക്കിയാൽ നമ്മളുടെ ഒറിജിനാലിറ്റി എല്ലാം പോകും. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക, നമ്മുടെ ലിസണിങ് അപ്ഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ കുറേ ജോണേഴ്സിലോട്ട് നമ്മൾ എത്തിപ്പെടുക. നമ്മളത് കേട്ട് നാച്ചുറലായിട്ട് അതിനെ ഇംബൈബ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിൽപ്പെടുത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ജോണറിൽ പാട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ കീപ് ലിസണിങ്, വൈഡൻഡായിട്ട് പോവുക, കേൾക്കുക, അപ്ഗ്രേഡ് ചെയ്യുക. ട്രെൻഡ് നോക്കി നമ്മളിപ്പോൾ ഇന്ന പോലൊരു പാട്ട് ഒരു ഹിപ്പ് ഹോപ്പ് ഇപ്പോൾ പിടിച്ച് കളയാം എന്ന് പറഞ്ഞ് പിടിച്ച സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. അത് കേൾക്കാറുണ്ട്. അതിനെ എത്രത്തോളം നമുക്കതിലേക്ക് നമ്മൾ നാച്ചുറലായിട്ട് എത്തുന്നോ അന്ന് അതിലൊരു പാട്ട് ചെയ്യാമായിരിക്കും. അപ്പം ഐ ട്രൈ ടു ഫോളോ മൈ ഹാർട്ട്, നത്തിങ് എൽസ്. അതിൽ നമുക്ക് അത്രേ വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇളയരാജ സാറോ അല്ലെങ്കിൽ ഈ ലെജൻസൊക്കെ ഇന്നും അവർ പ്രസക്തമായിട്ട് തന്നെയല്ലേ ഉള്ളത്. നമ്മൾ ഒരിക്കലും അവർ സീനിൽ നിന്ന് അങ്ങനെ നമുക്ക് ചിന്തിക്കാം. മനസ്സിൻ്റെ അകത്താണ് അവരുടെ മ്യൂസിക്കിൻ്റെ സ്ഥാനം. അത് ഇഷ്ടപ്പെടുന്ന എത്രയോ പഴയ ഇപ്പോൾ ജോൺസൺ മാസ്റ്ററിൻ്റെ പാട്ടുകൾ എല്ലാ കാലത്തെയും ലെജൻഡറി ആൾക്കാരൊക്കെ പാട്ടുകളുടെ അവിടെ മനസ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് അവർ പ്യുവറായിട്ട് ചെയ്തുകൊണ്ടാണ്. അവരിപ്പോൾ ട്രെൻഡി ആയിട്ട് ഭയങ്കര മോഡേൺ സാധനത്തിലോട്ട് ഞാനിപ്പോൾ ഒരു പാട്ടുണ്ടാക്കി കളയാമെന്ന് ചെയ്തിരുന്നെങ്കിൽ അവർക്കൊരിക്കലും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു ഓഡിയൻസ് ഫോർ യുവർ സെൽഫ്, ഒരു ജോണർ ഓഫ് മ്യൂസിക് ചെയ്യുന്ന ഇപ്പം സോപാന സംഗീതം ആയിക്കോട്ടെ, ഗസൽസ് ആയിക്കോട്ടെ. ഇപ്പം ഗസലൊക്കെ എന്തോരം അപ്രിഷ്യേറ്റഡ് ആവുന്നൊരു കാലമാണെന്നറിയോ. ഷാബാസ് ചേട്ടനായിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചേട്ടനൊക്കെ ചെയ്യുന്ന പാട്ടുകൾ ഇന്ന് അങ്ങനെ ഒരു വളരെ നീഷായിട്ട് വേറെ ഒരു ഓഡിയൻസ് പുള്ളിക്ക് ഉണ്ട്. എല്ലാവർക്കും അങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ഡോണ്ട് ഗെറ്റ് വറീഡ് അബൌട്ട് ദ ട്രെൻഡ്സ് ആൻഡ് ജസ്റ്റ് വറി. ഇൻസെക്യൂരിറ്റീസ് എല്ലാവർക്കും വരും, നാച്ചുറലാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ അതിലോട്ടൊന്നും പോകാതെ മനസ്സിനെ ഫോളോ ചെയ്യുക, വൈഡൻ യുവർ ലിസണിങ് ആൻഡ് യു മേ പ്രൊഡ്യൂസ്. എന്താ പറയുക, ഇപ്പോൾ പറഞ്ഞാൽ ട്രെൻഡിലുള്ളൊരു പാട്ട് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യുമായിരിക്കും, അറിയില്ല. അതാണ് അതിൻ്റെ സത്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ആസ് എ കമ്പോസർ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിഷനാണ്. ഇത് ആരുടെയും വിഷനെ ഇത് ചെയ്യുന്നതല്ല. എൻ്റെ പോക്ക് ഇങ്ങനെയാണ്, പോണിടത്തോളം പോട്ടെ. അത് മനസ്സ് തുറന്നങ്ങ് ചെയ്യുക തന്നെ. വി ആർ എൻ്റർടൈനേഴ്സ്, വിൻ ദ ക്രൗഡ് വിൻ യുവർ ഫ്രീഡം. ഗ്ലാഡിയേറ്ററിലെത്ത് പറയുന്നത് ആൾക്കാർ നമ്മുടെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നതോളം കാലം നമുക്ക് ആസ് ആർട്ടിസ്റ്റ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യാൻ പറ്റും. താങ്ക് യു. അപ്പോൾ ഓഡിയൻസിലേക്ക് വരാണ്. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. യെസ്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഒരു 18-19 വർഷം പുറകിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അന്ന് TV ചാനൽസിൽ ഏറ്റവും കൂടുതൽ TRP കിട്ടിയൊരു പ്രോഗ്രാമാണ് നിങ്ങളുടെ അമൃത TV അല്ലേ? ആ ദിവസങ്ങൾക്ക് നമ്മൾ കോളേജ് പോയിക്കൊണ്ടിരിക്കുക, കാണാത്തൊരു ദിവസം പോലും ഉണ്ടാവില്ല. അന്ന് ഞങ്ങൾ മലയാളികൾക്ക് അല്ലെങ്കിൽ മ്യൂസിക് ലവേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികൾ ഒന്ന് ഡെഫിനറ്റ്ലി ആ പരിപാടിയിൽ ഒന്ന് ജോബ്, കൂടെ ഉണ്ടായിരുന്ന സംഗീത്. ഇപ്പോൾ പദയാത്ര എന്നുള്ള സോങ്ങിൽ ജോബിൻ്റെ കൂടെ ഹരീഷ് ചേട്ടൻ കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്നു, അകത്തിൻ്റെ പാട്ട് പാടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ഒരു ചോദ്യമല്ല, അറിയാൻ വേണ്ടിയിട്ടാണ്, എപ്പോഴെങ്കിലും സംഗീതവുമായിട്ട് ഒരു കൊളാബ് മനസ്സിലുണ്ടോ എന്നുള്ളതാണ്. അറിയില്ല, അങ്ങനെ ഒരു പാട്ട് ഒത്തു വരണം. ഇപ്പോൾ ആ പാട്ടിൽ ഹരീഷ് പാടിയാൽ എന്തായാലും എന്നെക്കാളും ഫാർ ബെറ്ററായിട്ട് ആ പാട്ട് എൻ്റെ സ്വപ്നത്തിലുള്ള പോലെ അതിനെ റെൻഡർ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടും അങ്ങനെ ഒരു പാട്ടിൽ അങ്ങനെ സ്പേസ് വന്നതുകൊണ്ടുമാണ് ഹരീഷിനെ വിളിച്ചത്. അറിയില്ല, നെവർ നോ. ഒത്തു വന്നാൽ ഉറപ്പായിട്ടും ചെയ്യും. താങ്ക് യു. ജോബേട്ട, നിങ്ങൾ രണ്ടുപേരുടെ അടുത്തായിട്ടാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ രണ്ടുപേരും ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആ ഒരു സീനിൽ നിന്നാണ് നിങ്ങൾ തുടങ്ങുന്നത്. നിങ്ങളെ ഒരു 70 അല്ലെങ്കിൽ കൂടുതൽ നമ്പേഴ്സ് ഓഫ് സോങ്ങും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ, ഈ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിലെ ഇൻഡിപെൻഡൻറ്റ് സീൻ സിനിമയായിട്ട് ഇത് ലയിച്ച് പോകുന്ന അല്ലെങ്കിൽ അത് ഒരുമിച്ച് പോകുന്നതാണോ, അതോ ഇൻഡിപെൻഡൻറ്റ് സീൻ അത് സെപ്പറേറ്റ് ആയിട്ടൊരു സെക്ടറിൽ പോകുന്നതാണോ ബെറ്റർ? നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതിനെപ്പറ്റി? എൻ്റെ അഭിപ്രായം രണ്ട് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നത് തന്നെയാണ് നല്ലതെന്നാണ്. കാര്യം വെച്ചാൽ സിനിമയ്ക്ക് സിനിമയുടേതായ ഒരു സ്പേസും സ്വതന്ത്ര സംഗീതത്തിന് അതിൻ്റേതായൊരു സ്പേസും ഉണ്ടാകുക തന്നെ വേണം. അല്ലെങ്കിൽ ഒരു കാലത്ത് സിനിമ അതിനെ വിഴുങ്ങും. ബോളിവുഡിൽ പണ്ട് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ബോളിവുഡ് വാസ് ലൈക്ക് ബോളിവുഡിന് മുമ്പേ, അതായത് എൻ്റെയൊക്കെ ചൈൽഡ്ഹുഡിൽ ഒത്തിരി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൽബംസും കൊളോണിയൽ കസിൻസ് ആയിക്കോട്ടെ, ഹരിജി, ശങ്കർ മഹാദേവൻ, KK, ഷാൻ, യുഫോറിയ, എത്രയോ ആക്ട്സ് ഉണ്ടായിരുന്നു. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൽബംസ് ഇറങ്ങിയിരുന്ന ഒരു കാലത്താണ് ഞാൻ വളർന്നു വന്നത്.
അതിൽ നിന്നും പിന്നെ പതുക്കെ പതുക്കെ ഈ കലാകാരന്മാരെല്ലാം സിനിമയിലേക്ക് കൂടുതൽ സമയം കരിച്ചാൽ അവരുടെ ഉറപ്പായിട്ടും റവന്യൂ വരുമാനമാണല്ലോ, ജീവിക്കണമല്ലോ. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിൽ CDs പൈറസിയുടെ കാരണങ്ങൾ കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും CD എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാതാവുകയും സിനിമ മാത്രമാണ് ആ കലാകാരൻ്റെ ഉപജീവന മാർഗം എന്നുള്ള രീതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടാണ് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങ് പോയത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ആവാതിരിക്കട്ടെ. ഇന്ന് ഞങ്ങൾക്ക് ദൈവം സഹായിച്ചിട്ട് ഒരു യൂട്യൂബും സ്പോട്ടിഫൈയും ഐറ്റ്യൂൺസും പ്ലസ് ലൈവ് ഇവൻറ്റ്സും ഉള്ളതുകൊണ്ട് വി ക്യാൻ സർവൈവ്. ആ കോൺഫിഡൻസിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ബ്ലെൻഡ് വിത്ത് സിനിമ അറ്റ് ഓൾ. അത് എൻ്റെ കാഴ്ചപ്പാട് സിനിമയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്പേസ് ഉണ്ട്. അതിൽ നമുക്ക് പാട്ടുകൾ കൊളാബറേറ്റ് ചെയ്യാം, OSTs അങ്ങോട്ട് പോവാം, നമ്മുടെ പാട്ടുകൾ അങ്ങോട്ട് എടുക്കാം, അതൊക്കെ ഓക്കെയാണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് സ്പേസിനെ തിന്നുന്ന രീതിയിൽ ഒരു സിനിമയിൽ ആ ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റുകൾ അങ്ങോട്ട് പോകുന്നതിനോട് എനിക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. പക്ഷേ ഇറ്റ് ക്യാൻ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഞങ്ങളെല്ലാവരും മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്യുന്നവർ തന്നെ. സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഞാനും പാടുന്ന ആളല്ലേ. അപ്പോൾ അവരുടെ സ്വപ്നത്തിന് നമുക്ക് നമ്മുടെ കഴിവ് പ്രയോജനപ്പെടുത്താൻ പറ്റിയാൽ വെൽ ആൻഡ് ഗുഡ്. അതിന് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഇപ്പം എമ്പുരാൻ ഉൾപ്പെടെ പാടിയിട്ടുണ്ട്. അപ്പോൾ ദീപക് സാറാണ് മ്യൂസിക് ചെയ്തത്. ഐ എം വെരി ഹാപ്പി ടു ഗിവ് whatever possible from my side. പക്ഷേ നമ്മളുടെ പാട്ടുകൾക്കൊക്കെ അതിൻ്റേതായൊരു സ്പേസ് ഉണ്ടാവട്ടെ. സിനിമയിൽ കൂടെ മാത്രമേ, അത്രേ ഉള്ളൂ. വിത്ത് മ്യൂച്വൽ റെസ്പെക്റ്റ് പോട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതെൻ്റെ അഭിപ്രായമാണ്. അത് പിന്നെ ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഓരോരുത്തർ കൺസീവ് ചെയ്യുന്ന പോലെയിരിക്കും. ദിസ് ഈസ് മൈ തോട്ട്. ഐ വിൽ കീപ്പ് ഓൺ ട്രൈയിങ് ഇൻ മൈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് സ്ട്രീം ടിൽ ഐ ഡൈ. ഓക്കെ, എനിക്ക് പാടാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന അത്രയും കാലം സിനിമകളിൽ വിളിച്ചാൽ സന്തോഷമായിട്ട് എന്നെക്കൊണ്ട് പാടാൻ പറ്റുന്ന പാട്ടുകളാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ പോയി പാടും. വലിയ സന്തോഷമാണ്. പൃഥ്വിയൊക്കെ നമ്മുടെ സുഹൃത്തും കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ പടത്തിൽ പാടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് വലിയ സന്തോഷമാണ്. എല്ലാ പാട്ടുകാരനും ഒരു പ്ലേ ബാക്ക് സിംഗറൊക്കെ ആവണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ളിലുണ്ട്, എനിക്കുമുണ്ട്. ഒത്തുവരണം. പക്ഷേ ഇപ്പോഴത്തെ സ്പേസ് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. രണ്ടും കോംപ്ലിമെൻ്ററി ആയിട്ട് പോകട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എക്സ്ക്യൂസ് മീ ജോബേട്ടാ. അയ്യോ, എവിടെ ജോബേട്ടാ, എൻ്റെ ഡിഗ്രി സമയത്താണ് സ്റ്റാർസിംഗ് സൂപ്പർ സ്റ്റാറിൽ ഇത് മൈക്ക് ഒന്ന് ചേർത്ത് പിടിച്ച് സംസാരിക്കണേ. സോറി ഓക്കെ, താങ്ക് യു. ജോബേട്ടാ, അന്ന് എൻ്റെ സിസ്റ്റർ എൻ്റെ ജീവിതത്തിൽ എന്നോട് ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ജോബേട്ടനെ ഫസ്റ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് അവൾ ഭയങ്കര ഡൈഹാർട്ട് ഫാനാണ്, എന്നെ പോലെ തന്നെ. അമൃത TV മണിച്ചേട്ടൻ എന്തെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ ജോബേട്ടനെ ഫസ്റ്റ് ആക്കണം എന്നാണ് എൻ്റെ സിസ്റ്റർ എന്നോട് ആദ്യം ചോദിക്കുന്നത്. ഇന്ന് മേ ബി 100 സോങ്സ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 2 സിനിമയ്ക്ക് ഞാൻ പ്രൊഡക്ഷൻ ഉണ്ട്. മേ ബി AM മ്യൂസിക് പ്രൊഡക്ഷൻ, ഗുഡ്വിൻ ഫിലിംസിൻ്റെ ഒക്കെ പാർട്ടായിരിക്കും ഞാൻ. പക്ഷേ ജോബേട്ട, ഞാൻ ഇന്ന് സത്യമായിട്ട് പറയും, അൺപ്ലഗ്ഡ് സോങ്സ് ഇന്ന് രാവിലെയും കൂടെ എൻ്റെ ചാനലിൽ റിലീസായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്, അൺപ്ലഗ്ഡ് സോങ്സിന് അതിൻ്റേതായ ഒരു ട്രൂ വാല്യൂ ഉണ്ടെങ്കിലും നമ്മൾക്ക് ഇന്ന് ജോബേട്ടൻ മുമ്പേ പറഞ്ഞ പോലെ ജോൺസൺ മാസ്റ്ററും രവീന്ദ്രൻ മാസ്റ്ററും തന്നിട്ട് പോയ ആ ഒരു സോൾ ടച്ച് ഉണ്ടല്ലോ, അത് ഒരിക്കലും അൺപ്ലഗ്ഡ് കിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. കാരണം അതിനെക്കാട്ടും കറക്റ്റായിട്ട് പറയാം, മിനിഞ്ഞാന്ന് എൻ്റെ പോഡ്കാസ്റ്റിൽ ഞാൻ തകരയുടെ പുട്ടുപാട്ടാണ് പാടിയത്. അന്ന് എന്നെ തിരുവനന്തപുരത്തുള്ള എല്ലാവരും എന്നോട് പറഞ്ഞ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ കേൾക്കുന്ന, ഇന്നോട്ട് ഞങ്ങൾ പുട്ട് കഴിക്കില്ല എന്ന് പറഞ്ഞു. കാരണം അവർ പറയും ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇത് പറഞ്ഞ ആൾ പിറ്റേ ദിവസം ഒമാനിൽ നിന്ന് തന്നെ വിളിച്ചോട്ട് പറഞ്ഞു, ഞാൻ അന്ന് ഫുൾ ഡേ ചിരിച്ചോണ്ട് പുട്ട് മാത്രമേ കഴിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് അത് ആ പാട്ട് ഒരാൾ അത്രയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ്. അത് പുട്ട് ഞാൻ ഇനിയും കഴിക്കില്ല എന്ന് പറഞ്ഞ ആള് പിറ്റേ ദിവസം ഒമാനിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു, മനു ഞാൻ അന്ന് മൊത്തം പുട്ട കഴിച്ചത് ബിക്കോസ് ഈ പാട്ട് കേട്ടിട്ടാന്ന് പറഞ്ഞു. അപ്പം ജെയിംസ് ഏട്ടൻ്റെ പുട്ടുപാട്ടിനോടും ജോബേട്ടൻ്റെ എല്ലാ അൺപ്ലഗ്ഡ് ഫാക്സിനോടും എനിക്ക് അത്രയും സ്നേഹമായതുകൊണ്ട് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. ജോബേട്ട, എനിക്കിഷ്ടമുള്ള കുറേ പാട്ടുകളുണ്ട്. അതിൽ ജോബേട്ടൻ പറ്റുവാണെങ്കിൽ എനിക്ക് ഒരു പാട്ടിൻ്റെ 2 വരി പാടി തരുമോ? പറ്റുമെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒരു പദയാത്ര 2 പരിപാടി മതി. ഓക്കെ, മതി. നോ ഇഷ്യൂസ്. താങ്ക് യു സോ മച്ച്. എന്നിലെ ചുടുതാളമായൊരു യാത്രയായി, പദയാത്രയായി, ഗതകാലമേ കുളിരോർമയായി, ഒരു യാത്രയായി, പദയാത്രയായി, പറയാൻ മറന്ന വാക്കുമായി മനതാരിലായിതാ, നിറദീപമേ
കിനാവു പോൽ എൻ കണ്ണിലേകുവാ നിഴൽ പോലെ അഴലാലേ വെയിൽ നീളേ പദയാത്ര. താങ്ക് യു. നമസ്കാരം. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2 കൊല്ലം മുമ്പാണ് ഞാൻ തകരേൻ്റെ ഒരു ബാൻഡ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റേ അശ്വിനും ശ്രീകാന്തും ഒക്കെ എൻ്റെ ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ ഫ്രണ്ട് നിഷാന്ത് പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ചേട്ടനെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് ജസ്റ്റ് പറഞ്ഞു, എടാ നീ, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് ദുബൈക്ക് പോവാണ്, അപ്പോൾ ചേട്ടൻ ഇന്നത് വിഷയമാണെന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എടാ സമയം കിട്ടുമ്പോൾ നമ്മുടെ പ്രവാസി എന്നുള്ള പാട്ടൊക്കെ ഇന്ന് കേൾക്കണമെന്ന് ചേട്ടൻ ഇങ്ങനെ തമാശ രൂപയാണെന്ന് പറഞ്ഞ് വിഷ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ 2 ഇയേഴ്സ് ഞാൻ ബാങ്കിങ് പ്രൊഫഷനിലായിരുന്നു, ഞാൻ ദുബൈയിലായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ചേട്ടൻ ആ പാടിയ ആ പ്രവാസി എന്നുള്ള പാട്ടില്ലേ, അത് ലൈക്ക് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് നമ്മൾ അവിടെയുള്ള ആൾക്കാരെ കണ്ടപ്പോഴായാലും അവരുടെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ ഒക്കെ ചേട്ടൻ എങ്ങനെ അത് ലൈക്ക് ചേട്ടൻ പുറത്ത് എബ്രോഡ് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ അത്രയും ഒരു ലൈക്ക് അത് സഫർ ചെയ്യുന്ന ഒരാളുടെ കണ്ണിൽ കൂടെ കണ്ടിട്ടാണ് ചേട്ടൻ ആ വരികൾ മൊത്തം എഴുതിയതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എങ്ങനെയാണ് ചേട്ടൻ ആ ഒരു അതിൻ്റെ വരികൾ ഞാനല്ല എഴുതിയത്. അതിൻ്റെ വരികൾ അബ്രു മനോജ് എന്ന് പറഞ്ഞുള്ള എൻ്റെ ഒരു സുഹൃത്തും ബാൻഡ് മെമ്പറാണ് അതിൻ്റെ വരികൾ എഴുതിയത്. എൻ്റെ ത്രെഡ് കൊണ്ടുവന്നത് അങ്ങനെയായിരുന്നു. നമ്മൾ AK എന്ന് പറഞ്ഞൊരു സുഹൃത്താണ് പ്രവാസി എന്ന് പറഞ്ഞൊരു പാട്ടിൽ നമുക്കൊരു ഐഡിയ ചെയ്യാന്നുള്ള പറയുന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ ഞാൻ പല ആൾക്കാരുടെ കൂടി ഇരുന്ന് അങ്ങനെ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പം എൻ്റെയും സുഹൃത്തുക്കൾ ഉണ്ട് പുറത്ത് വർക്ക് ചെയ്യുന്ന, അപ്പോൾ അവരോടൊക്കെ പണ്ട് സംസാരിച്ചതിൻ്റെയൊക്കെ എവിടേക്കോ റെസിഡ്യൂസുകൾ ഉണ്ടായിരുന്നിരിക്കാം. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അങ്ങനെ ചേട്ടൻ്റെ ജോബേട്ടൻ്റെ ആയാലും റീസെൻ്റ്ലി റിലീസായ ഒരു പാട്ടുണ്ടല്ലോ, പലായനം. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു കുറേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ്. എനിക്കത് കുറച്ച് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങളൊക്കെ ആ ഒരു ലൈക്ക് അതെങ്ങനെയാണ് ഒരാൾ സഫർ ചെയ്യുന്നുള്ള ഒരു പോയിന്റിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴായിരിക്കും മേ ബി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നല്ല പാട്ടുകൾ സൃഷ്ടിക്കപ്പെടാൻ കഴിയുക എന്ന് എനിക്ക് തോന്നുന്നു. ഇൻ കേസ് ഇപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വരുന്നുള്ളൂ, എനിക്ക് തോന്നുന്നില്ല ലൈക്ക് വന്നു കഴിഞ്ഞാലും ഒരു നല്ല മ്യൂസിഷ്യൻ അല്ലെങ്കിൽ ഒരു നല്ല കമ്പോസർ ആണെന്നുണ്ടെങ്കിൽ നല്ല വരികൾ എഴുതാൻ കഴിയുള്ളൂ. ഒരിക്കലും അതൊരു റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് അതൊരു യെസ് ഒരു ലൈഫ് ടൈം സ്റ്റാൻഡേർഡ് നിങ്ങളുടെ പാട്ടുകൾക്കുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. താങ്ക് യു സോ മച്ച്. സോ എനി മോർ ക്വസ്റ്റ്യൻസ്? ആരെങ്കിലും? ഒരു ക്വസ്റ്റ്യനും കൂടെ. ചോദിക്കാനുള്ളവർ ചോദിച്ചു കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ചോദിക്കാൻ വെച്ചിരുന്ന ക്വസ്റ്റ്യനാണ്. ഭാവം സോങ്ങിൽ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാറിന് കൊടുത്ത ബ്രീഫ് എന്താണെന്ന് അറിഞ്ഞാൽ ആഗ്രഹമുണ്ട്. അത് എത്രമാത്രം പേഴ്സണലാണ് ഭാവം? ഒത്തിരി പേഴ്സണലാണ്. കാര്യം വെച്ചാൽ അതിൻ്റെ ഒരു 4 വരി അതിൻ്റെ ഇടയ്ക്കത്തെ ഒരു സംഭവല്ലേ, വമ്പന്മാർ നമ്മളിലുണ്ടേ വമ്പത്തരമേറെ കണ്ടേ അവരെ കണ്ടൂറ്റം കൊള്ളാം ഞാനെന്ന ഭാവം മാറ്റാം എന്നാണ്. അപ്പോൾ അതിൻ്റെ അത്രയേ ഉള്ളൂ. നമ്മുടെ ചുറ്റും ഇപ്പം നിങ്ങളൊക്കെ പല 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 മേഖലകളിലെ പ്രതിഭകൾ ഇവിടെ ഉണ്ട്. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ നമുക്കുള്ള ഒരു വിചാരം അഹം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ സെൽഫ് പ്രൈഡ് കയറിപ്പോകുന്നൊരു സമയത്ത് നമ്മൾ ചിന്തിച്ചാൽ മതി. എല്ലാവരും അവരവരുടെ മേഖലകളിൽ എക്സ്പേർട്സ് തന്നെയാണ്. നമ്മൾ വലിയ പുലിയായെന്നോ ചിലപ്പോൾ ബീങ് ഫ്രണ്ട് മാൻ ഓഫ് എ ബാൻഡ്, അപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ 5 സമയത്ത് അത്രയും ഒരു ഹരം കയറിയൊരു ദിവസം ചിലപ്പോൾ എനിക്ക് തോന്നിയ കൊള്ളാമല്ലോ നീ ആൾ എന്നുള്ള ചിന്ത വന്നപ്പോഴാണ് എനിക്കിത് അടിച്ചത്. ഇത് ഇസ് നോട്ട് റൈറ്റ്, ദിസ് ഇസ് റൈറ്റ് ടൈം, യു ഹോൾഡ് യുവർ ഹെഡ് ആൻഡ് സ്റ്റേ ഗ്രൗണ്ടഡ്. അങ്ങനെ പലപ്പോഴും നമുക്ക് ഇത്രയും പേരുടെ സ്നേഹം ഒറ്റയടിക്ക് കിട്ടുമ്പോൾ കുറച്ച് എന്താ പറയുക സ്വാഭിമാനം കൂടുന്ന ഒരവസ്ഥയൊക്കെ ഇച്ചിരി അപകടമാണ് ആക്ച്വലി. എനിക്കൊന്ന് എല്ലാവരും ഒന്ന് തറയോട് ഒട്ടി നിന്നാൽ നല്ലതാണ് എന്ന് തന്നെയാണ് എൻ്റെ ആശയം. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ചേട്ടൻ ഞാനിവിടെ ബീച്ച് സൈഡിൽ തന്നെ ഇരുന്ന് എഴുതിയാണ് മുടിയാട്ടും കടലും. അപ്പോൾ നേച്ചറിന് മുകളിൽ ഒന്നും ഇല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ചേട്ടൻ്റെ ഒരു എഴുത്തിൻ്റെ ഗുണവും ഉറപ്പായിട്ടും ആ ഒരു പുള്ളിയെ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള എൻ്റെ ആശയവും രണ്ടും കൂടെ വന്നപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ അടുത്ത പാട്ടുകളും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ
ചിന്തപ്പാടി എന്നൊക്കെ വരുന്നതായിരിക്കും. ചന്ദ്രുവേട്ടൻ എൻ്റെ എൻ്റെ സ്വന്തം പാട്ടുകൾ മിക്കതും അദ്ദേഹം അതെയോ? അയ്യോ, നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഗിറ്റാർ ആരെങ്കിലും എന്തൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രചോദനമായതേ നിങ്ങൾ. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, പൊടിമഞ്ഞും മഴയും കൊണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞേ, മേലെ വെൺമുകിലും കണ്ടേ, ഓരത്തൊരു മലരും നിൽപ്പേ, കളിപാടും കിളിയെ കണ്ടേ, ഞാനെന്ന ഭാവം മാഞ്ഞേ. അതോ, താങ്ക് യു. ഒരു സംഗീത പദയാത്രയിലൂടെ നമ്മളെ കൊണ്ടുപോയ ഒരു അനുഭവമായിരുന്നു ഈ ഒരു കോൺവെർസേഷൻ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നിങ്ങൾക്കുള്ള ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം സമർപ്പിക്കാനായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ സുബി കുര്യൻ, ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി. സംഗീതം ആത്മാവിലേറ്റിയ 2 സംഗീതജ്ഞർ, ആ സംഗീതത്തെ ഏറ്റവും നന്നായി ആസ്വദിക്കുന്ന ഒരു ചോദ്യകർത്താവും. സ്റ്റാർട്ടിംഗ് വിത്ത് ജോബ് കുര്യൻ, ജെയിംസ് തകര, അനഘ അനുപമ, നമ്മുടെ മോഡറേറ്റർ. We request all of you to step up for a group photograph.